ഹല്ലേലൂയ. അതൊക്കെ സന്തോഷമുണ്ട്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത് പുതിയൊരു ക്ലാസ് ആണ്. നമുക്കെല്ലാവർക്കും കഴിഞ്ഞ മാസങ്ങൾ ഏറെയായി നമ്മൾ ഒരു വലിയ ആഗ്രഹത്തോടെ കൊതിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് ലോകത്തിൽ കേൾക്കാൻ കഴിയാത്ത, ഞാൻ ഒട്ടനവധി ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് സിലബസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നും ഒരു സിലബസിൽ പോലും ഇല്ലാത്ത യഥാർത്ഥ സുവിശേഷം താഴെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എല്ലാവർക്കും അറിയാം. 49,000 ക്രിസ്ത്യൻ സംഘടനകൾ, IPC, ചർച്ച് ഓഫ് ഗോഡ്, AG, നമ്മുടെ ന്യൂ ലൈഫ്, എല്ലാവരും പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. പക്ഷേ അങ്ങനെ രക്ഷിക്കപ്പെടാൻ നമുക്ക് യേശു എന്ന വാതിൽ കൂടി അപ്പുറം കടക്കാം. പക്ഷേ അത് കടന്നുകൊണ്ട് മാത്രം നമുക്ക് ദൈവരാജ്യം ലഭിക്കത്തില്ല. ദൈവരാജ്യം കാണാൻ കഴിയും, അതിൽ കടക്കാൻ കഴിയും. ബലാത്കാരികൾ ദൈവരാജ്യം അവകാശമാക്കുന്നു. അത് ക്രിസ്തു ജീവിതത്തിന്റെ മർമ്മമാണ്. ഇന്ന് അനേകരും ഇന്ന് വെളിപ്പെടാൻ കഴിയാത്ത സത്യങ്ങളിൽ ഇന്നും വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധി പോലെ മറഞ്ഞു കിടക്കുകയാണ്. ഒട്ടനവധി നീണ്ട ക്ലാസ് വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നിങ്ങൾ എത്തിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, 20% 80% വിശ്വാസികളും ദൈവദാസന്മാരും നരകത്തിലേക്ക് കൃത്യം കണക്കിട്ട് കർത്താവ് പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കൃത്യം കണക്കിടാൻ കാരണം അങ്ങനെയാണ്. കാരണം ഇന്നും ജനങ്ങൾക്കകത്ത് മുഴുമോഹങ്ങളാണ്. മിസ്രൈം കിടക്കുകയാണ്. നാം പഠിച്ച ഓർമ്മയുണ്ടോ? കർത്താവ് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു, ഫറവോനിൽ നിന്ന് വിടുവിച്ചു. പഴയ നിയമത്തിൽ ദൈവം നമ്മളെ മിസ്രൈമിൽ നിന്നാണ് വിടുവിച്ചത്. പുതിയ നിയമത്തിൽ നിഴലിന്റെ പൊരുൾ വരുമ്പോൾ നമ്മളെ സാത്തായി അല്ലെങ്കിൽ നമ്മളെ ലോകത്തിൽ നമ്മളെ വിടുവിച്ചു. അവിടെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചെങ്കിൽ ദൈവം നമ്മളെ ലോകത്തിൽ നിന്ന് വിടുവിച്ചു. അവിടെ ഫറവോനെ വിടുവിച്ചു കർത്താവ്, അല്ലെ? യഹോവയായ ദൈവം നമ്മെ കർത്താവ് സാത്താൻ എന്ന് പറയുന്ന ആ ഭീകരനിൽ നിന്ന് നമ്മൾ രക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. ഈ സത്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പഠിച്ച് നമ്മൾ പോരുകയാണ്. അതുകൊണ്ട് ആത്മാവിൽ വളരുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു മനോഹരമായ ക്ലാസ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് പഠിക്കണമെങ്കിൽ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സത്യം കേൾക്കണമേ. ഇന്നും വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയാണ് അനേകർക്ക് മറഞ്ഞു കിടക്കുന്നതാണ്. ഇത് ഗ്രഹിക്കണമെങ്കിൽ ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ബലാത്കാരം ആവശ്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, മടി വരും, ആൾക്കാർ മരിക്കും, അല്ലെ? കുഞ്ഞുമേട വല്യമ്മയുടെ മക്കളൊക്കെ അവരുടെ ആൾക്കാരൊക്കെ മരിച്ചു വീഴും, അല്ലെ? ആ സമയത്ത് എന്തെങ്കിലും അവരുടെ വേദന ഇവരുടെ വേദന വരും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇത് ഗ്രഹിച്ചറിയണമെങ്കിൽ കൃപ വേണം. ബലാത്കാരം ചെയ്യണം നമ്മൾ, ഇല്ലെങ്കിൽ ഈ സത്യം ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് തുടങ്ങി വെച്ചിരിക്കുക നമ്മൾ. പക്ഷെ ഇത് പൂർത്തിയാക്കണമെങ്കിൽ കൃപ തന്നെ വേണം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, ഇന്നും ലോകത്തിൽ വിശ്വാസികൾക്കും ദൈവദാസന്മാരുടെ മറഞ്ഞു കിടക്കുന്ന ഈ മർമ്മം ഇത് കേൾക്കുവാൻ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിഷയമില്ലല്ലോ, കാരണം അത്രയും ആഴമായ വിഷയമാണ് ഇത്. ഇന്ന് മറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കും, ഒരുങ്ങും. കാരണം ബലാത്കാരികൾക്ക് മാത്രമേ ഇത് അവകാശമാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് 80% വിശ്വാസികളും 80% ദൈവദാസന്മാരൊക്കെ നരകത്തിലേക്കെന്ന് പറയാൻ വെറുതെ പറഞ്ഞതല്ല, കണ്ടിറങ്ങിയതാ. യേശുവിന്റെ മുഖം കണ്ട് രക്ഷയുടെ മാധുര്യം കണ്ടിറങ്ങിയതാ. പക്ഷേ ഹൃദയത്തിൽ കിടക്കുന്ന ലോകമോഹങ്ങളും ജഡയിച്ഛകളും പെരുകി ജഡത്തെ അനുസരിച്ച് ജീവിച്ച് മരിക്കും നിശ്ചയമെന്ന് റോമരത്തിന്റെ 13 പറയുക. ജഡത്തിന്റെ പുറകെ പോയി, ലോകത്തിന്റെ പുറകെ പോയി, ലോകത്തിന്റെ പ്രശസ്തിയും മാനവും അവൻ നമ്മളെ വലിഞ്ഞു മുറുക്കിയാൽ. കഴിഞ്ഞ 10-25 ക്ലാസ്സോളം പഠിച്ചതാണ് ലോകമെന്ന് പറയുന്ന മഹാവിപത്തിനെ കുറിച്ച്. ലോകം പുറത്തല്ല, ലോകം സഭക്കകത്തായിരുന്നു. ഹല്ലേലൂയ. അത് നമ്മളെ മുഴുകിയിരിക്കുക. ഇന്ന് സഭക്കകത്ത് കാണുമ്പോൾ ലോകത്തിലെ പ്രവർത്തികളാണ്. നമ്മളതിന് വേഷം മാറി രൂപം മാറി നമ്മൾ പറഞ്ഞു വന്നിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഡിസംബർ 31 കൊടുക്കുന്ന ആ പ്രോമിസ് കാർഡ് വരെ തത്തമ്മനെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പരിപാടികളാണ് സഭക്കകത്ത് കടന്നു വന്നിരിക്കുന്നത്. അത്ര ഭയാനകമായ വളരെ വലിയ കാര്യങ്ങളാണ്. നമ്മൾക്കൊരു അറിയുന്നില്ല. കർത്താവിന്റെ വരവിൽ ഒരു ചെറിയ ശേഷിപ്പേ പോകത്തുള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിന്റെ വരവിൽ സഭ കൈവിടപ്പെട്ടു പോകും. ഇവിടെയും കാണും സഭയിൽ നാമ കാലമായി പിന്നീട് പഠിക്കാം നമുക്ക്. ഹല്ലേലൂയ. നോഹയുടെ കാലഘട്ടത്തിൽ നമുക്ക് ആദമിന് 2 മക്കളുണ്ടായി, ഹാബീലും കായീനും. നമ്മൾ ഇന്നൊരു ഇൻട്രഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ കായീനും ഉണ്ടായി, കായീൻ ഹാബീലിനെ കൊന്നു. സുരക്ഷേത്ത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ജനിച്ചു.
സ്റ്റേറ്റിന് ഏനോഷ് എന്ന് പറഞ്ഞ മകൻ ജനിച്ചു. ആ ഏനോഷിന്റെ കാലത്ത് യഹോവയെ കുറിച്ചുള്ള യഹോവയുടെ ആരാധന ആരംഭിച്ചു. നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ പെന്തക്കോസ് ആരാധന ആരംഭിച്ചു. നീണ്ട 7 തലമുറകൾ കഴിഞ്ഞു. പിന്നീട് ബെൻസലം ജനിച്ചു, പിന്നെ നോഹ ജനിച്ചു. നമുക്കറിയാം ആ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയത്താൽ ഭൂമിയെ ന്യായം വിധിക്കുമ്പോൾ ആ പെന്തക്കോസ് കൂട്ടത്തിൽ ഒരു വലിയ സമൂഹവും 8 പേരൊഴിച്ച് ബാക്കിയൊക്കെ ആ വെള്ളത്താൽ നശിച്ചുപോയി എന്ന് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു. അരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ ഏതാണ്ട് 30 അടിയോളം ഉയരത്തിൽ ആ വെള്ളം പൊങ്ങിയിട്ട് അവിടുത്തെ പക്ഷികൾ ചത്തുപോയി, മൃഗങ്ങൾ ചത്തുപോയി, പർവ്വതാദികൾ ചത്തുപോയി, മനുഷ്യനും ചത്തുപോയി. ഹല്ലേലൂയ. ആത്മാവുള്ള മനുഷ്യൻ മൃഗത്തെ പോലെ, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേഹിയായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. ദൈവത്തെ കുറിച്ച് വിളിച്ചവരെ കുറിച്ച് അഹിതമറിയാതെ ജീവിക്കുന്നുവെങ്കിൽ നമ്മളും എന്തെന്നറിയാമോ? നമ്മുടെ ജീവിതവും ഒരു സത്യത്തിൽ ഒരു എന്താ പറയുക, ഞാനുമ്മലുള്ള കളി പോലെയായി ഇന്ന് പെന്തക്കോസ് കോളം, നല്ലൊരു കോളം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കട്ടെ. വെറും 8 പേർ മാത്രം വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു എന്ന് നമുക്കറിയാം. ഇസ്ലാം മക്കളെ 60 ലക്ഷത്തോളം വരുന്ന വലിയ കൂട്ടം ഇസ്ലാം മക്കളെ മിസ്രൈമിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു. പക്ഷേ 2 പേർ മാത്രം, പ്ലസ് 20 വയസ്സിൽ താഴെയുള്ള ചെറിയ യൗവനക്കാർ മാത്രം ഈ കർത്താവിന്റെ കാലദേശം അവകാശമാക്കി. അത് ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ പ്രവാചകനൊന്നുമല്ല, ഈ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നു. ഒരു കൂട്ടം പെന്തക്കോസുകാർ കൈവിടപ്പെട്ടാൽ പോകുന്നു. ഭാരമുള്ളത് കൊണ്ട് തന്നെയാ ഈ വിളിച്ച്. രാവിലെ ശുശ്രൂഷ ഉണ്ടായിരുന്നു കളമശ്ശേരി. കഴിഞ്ഞു വന്ന് സമയം ഒട്ടും തൊണ്ട മൊത്തം പേടിക്ക്. എന്നാലും നമുക്ക് നമ്മളെ ദൈവത്തെ കുറിച്ച് അറിയേണ്ടത്, നമുക്ക് സത്യം അറിയണ്ടേ, സത്യം നമ്മളെ സ്വന്തമാക്കണ്ടേ, നമുക്ക് പോകണ്ടേ. നമുക്ക് അവന്റെ സേവിതാവിനായ പുത്രനെ കാൽവരിയിൽ കുറിച്ച് തകർക്കുമ്പോൾ ആ പിതാവിന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ച്, നിങ്ങളെ കുറിച്ചൊരു ഹിതമുണ്ട്. ഈ ലോകം നേടുവാനോ പ്രഹസി നേടുവാനോ മാനമല്ല, പിതാവിന്റെ ഭവനത്തിൽ പോയി അപ്പാ എന്ന് വിളിച്ചു നിൽക്കാൻ വേണ്ടിയാണ്. നിത്യമായി ആ യഹോവയുടെ കൂടെ ആ ഞാൻ ജയിച്ച പിതാവിനെ സിംഹാസനം അയക്കുന്ന പോലെ നമ്മളും ജയിച്ച് ആ പുതിയ യെരൂശലേമല്ല, പുതിയ ഭൂമിയല്ല, പുതിയ ആകാശവും പുതിയ യെരൂശലേമല്ല, അതിനപ്പുറമായിരിക്കുന്ന സ്വർഗീയ സിയോൻ, എന്റെയും നിങ്ങളുടെയും മനോഹരമായ ആ സ്വപ്നം, നമ്മുടെ പിതാവിന്റെ ഭവനം. നമുക്കൊരാഗ്രഹം വേണ്ടി അവിടെ നമ്മളെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുമാകട്ടെ, അത് അറിയണമെങ്കിൽ ഈ ദൈവരാജ്യത്തെ കുറിച്ച് സത്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ദൈവ കുഞ്ഞാക്കി നമ്മളെ മാറ്റുന്നത് ഈ സുവിശേഷമാണ്. പഠിച്ചവർക്കറിയാം, രാവിലെ പഠിച്ചവർക്കറിയാം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമുണ്ട്. എല്ലാ സംഘടനകളും പ്രസംഗിക്കുക. പക്ഷേ മറ്റൊരു സുവിശേഷമുണ്ട്. യേശു 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ പ്രസംഗിച്ച പ്രസംഗം, ആ സുവിശേഷം ഇന്ന് ലോകത്തിൽ കേൾക്കാതെ കിടക്കുകയാണ്. സാത്താൻ മറപ്പിച്ചു കളഞ്ഞു, വയലിലെ നിധി പോലെ മറപ്പിച്ചു കളഞ്ഞു. കാരണം അത് കേട്ടാലുണ്ടല്ലോ ഒരുവരെ ആത്മീയരാക്കി മാറ്റും, മറ്റൊരു അഭിഷിക്തരാക്കി മാറ്റും. അത്ഭുതങ്ങൾ, മലയാളങ്ങൾ വീര്യപ്രവർത്തിയത് നമ്മളെ ഭൂമിയിൽ നമ്മളെ വലിയ ആളാക്കി മാറ്റും. പക്ഷെ കർത്താവ് പറയും, ഞാൻ നിന്നെ ഒരു നാളും മറന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അകം അറിയുന്നു. നമ്മളെ വിളിച്ച ആ വിളിയിലേക്ക് എന്നെ അടുത്തു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. എത്ര മനസ്സാകുന്നുണ്ട്? ഇന്ന് വലിയ വിശ്വാസികളും മടക്കയാത്രയില്ല, രക്ഷിക്കപ്പെട്ടവരാ. പക്ഷേ ഇന്നും ഇവിടെ കിടക്കുക. നമ്മുടെ ഹൃദയം കൊണ്ടൊരു മടക്കയാത്രയുണ്ട് നമുക്ക്. എങ്ങനെയെന്നറിയാമോ? നമ്മുടെ പിതാവിന്റെ ഭവനത്തിലേക്ക്. എത്ര പേർ ആ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്? എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് കൈകൊണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ നടന്നുപോയി കാലുകൊണ്ട് കാന്തദേശത്തേക്ക്. നമുക്കറിയാം ഇസ്രായേൽ മക്കളെ കുറിച്ച് പൗരത്തിൽ പറഞ്ഞാൽ. പക്ഷെ ഇന്ന് കാലുകൊണ്ടല്ല നടക്കുന്നത്, ഹൃദയം കൊണ്ടാണ് നടക്കുന്നത്. നമ്മളാണ് നമ്മുടെ ഹൃദയം എത്രമാത്രം തിരിച്ചിട്ടുണ്ട് നമ്മുടെ അപ്പന്റെ ഭവനത്തെ കുറിച്ച്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. ആഴമായി അതിനെ കുറിച്ച് നമ്മൾ എടുക്കും. നമ്മൾ ദൈവരാജ്യം, കർത്താവിന്റെ രാജ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യം എന്നൊക്കെ പറയുന്ന നമ്മൾ ക്ലാസ്സിൽ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്കറിയാം കർത്താവ് ഭൂമിയിൽ 3.5 വർഷക്കാലം പ്രസംഗിച്ചത് ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. കർത്താവ് പലതും ചെയ്തു, അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തി കർത്താവ് ചെയ്തു. ഹല്ലേലൂയ. നമ്മൾ പണ്ടെടുത്തിട്ടുണ്ട്, എവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ആ 12 പേരെ അഴക്കുമ്പോൾ 70 പേരെ അഴക്കുമ്പോൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നാ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. നമ്മൾ ആഴമായിട്ട് എന്താ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ അല്പമായിട്ട്. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവരോട് എന്താ പറഞ്ഞത്? 2 കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. എന്താ? നിങ്ങൾ പോയിട്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം. 2 എന്താണെന്നറിയാമോ? ഭൂതങ്ങളെ പുറത്താക്കണം, പ്രവചിക്കണം, രോഗിയെ സൗഖ്യമാക്കണം. ഒറ്റവാക്കി പറഞ്ഞാൽ അത്ഭുതങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. ഇതാണ് യേശു കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യം. യേശു കർത്താവിന് മുമ്പേ 6 മാസം മുമ്പേ കടന്നു വന്ന യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ദൈവരാജ്യം. മനസ്സിലാകണമേ? അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു തുടങ്ങിയതും ദൈവരാജ്യം.
യേശു തന്റെ ജീവിതത്തിൽ 33 വർഷക്കാലം പ്രസംഗിച്ച ദൈവരാജ്യം, മരിച്ച 40 ദിവസം പ്രസംഗിച്ച ദൈവരാജ്യം. ഹല്ലേലൂയ. എന്നാൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കണം, നിങ്ങൾ ചെയ്യേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. ഇന്ന് ലോകത്തിൽ ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞത് അറിയത്തുമില്ല, ദൈവം ചെയ്യാൻ പറഞ്ഞത് പ്രസംഗിച്ച് നടക്കുന്നു. വാക്കുകൾ കീർത്തിമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ദൈവം ചെയ്യാൻ പറഞ്ഞത് പ്രസംഗിച്ച് നടക്കുകയും ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞത് അറിയാതെയും മറഞ്ഞു പോയിരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ ദൈവരാജ്യത്തെ കുറിച്ച്. ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് പഠിക്കുന്നതിനെ കുറിച്ച് എന്നാൽ 1-2 വാക്യം പറഞ്ഞു പോവുകയാണ്. 2 കാര്യങ്ങൾ ദൈവരാജ്യത്തിനകത്ത് കിടക്കുന്നുണ്ട്. മെയിൻ 2 മേജർ കാര്യങ്ങൾ, മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ ആഴമായി പഠിക്കുന്നു വേണ്ട, നമ്മൾ എടുക്കും. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ഗവൺമെന്റ്. ദൈവരാജ്യത്തിനകത്തുള്ള 2 കാര്യങ്ങൾ. ഒന്ന് എന്താ? ഗവൺമെന്റിനെ കുറിച്ച്. രണ്ടാമത് റോയൽ ഫാമിലി. വെറും ഫാമിലി അല്ല, മറ്റു വിധത്തിലുള്ള ഹെമൻലി ഫാമിലി അല്ലെങ്കിൽ റോയൽ ഫാമിലി എന്നൊക്കെ പറയുന്ന സ്വർഗീയ കുടുംബം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. പേടിക്കുന്നു വേണ്ട, വരും നാളുകൾ നമ്മൾ എടുക്കുമാഴമായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. 2 കാര്യങ്ങൾ ഏതൊക്കെയാ? ഗവൺമെന്റ്. അപ്പോ ഇവിടെ ഗവൺമെന്റ് പറഞ്ഞാൽ ഒരു രാജാവുണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഒരു ജനാധിപത്യമല്ലേ. എന്നാൽ ഈ മറ്റു സ്ഥലങ്ങളുണ്ടല്ലോ, നമ്മുടെ അല്ലെ ഈ ദുബായ് അങ്ങനത്തെ അറബികൾ ഭരിക്കും, അവിടെ ഇന്നും രാജാവ് തന്നെയാണ് അവിടെ ഭരിക്കുന്നത് അല്ലേ. ആ ഒരു രാജാവുണ്ട്, രാജാവത്തിനൊരു ഭരണ സംഹിതയുണ്ട്. അവിടെ അതിന്റെ കീഴിൽ ഒരുപാട് നിയമം വിളിച്ചു വെച്ചിരിക്കുന്ന നിയമനങ്ങളുണ്ട്. അവിടെ ഒരു നിയമമുണ്ട്, ഒരു സിംഹാസനമുണ്ട് വിധിക്കുവാൻ, അല്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു കോടതിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാ നമ്മൾ എടുക്കും. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയതാ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് പോലെ തന്നെ അതിനകത്ത് ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. താഴെ 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 ഒരുപാട് ലെവലുകൾ, 7 മുതൽ അല്ലെ അങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തന്നെ നിയമമുണ്ട്, നിയമത്തെ വിധിക്കുവാൻ നിയമത്തിന് കർത്താക്കന്മാരുണ്ട്, ഒട്ടനവധി ആൾക്കാർ അല്ലെ. എല്ലാം ചേർന്നതാണ് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. അങ്ങനെയെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റാണ്. പേടിക്കുന്ന വേണ്ട, ആഴമായി നമ്മൾ പഠിക്കും അതിനെ കുറിച്ച്. ആ ഗവൺമെന്റിൽ ഉൾപ്പെടുന്നവർക്കാണ് ഇവിടെ നമുക്കറിയാം മോദി ഒരുപാട് എന്താ പറയുക ഇൻഷുറൻസുകൾ കൊടുക്കുന്നുണ്ട്, റേഷൻ അരികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ ഒരുപാട് അലവൻസ്, നമുക്ക് ഒരുപാട് അനുവാദങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യം അവിടെയുണ്ട്. എവിടെയാണ് കിട്ടുന്നത്? ആ ഗവൺമെന്റ് കീഴിൽ നിൽക്കുന്നവർക്ക്. ആണോ ഇല്ലയോ? അല്ലേ? ആ ഗവൺമെന്റ് ഭരണത്തിന് കീഴിൽ നിൽക്കുന്നവർക്കാണ് ഈ സകലവിധമായ അനുഗ്രഹങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ നന്മകൾ കിട്ടുന്നത്. ഇല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞത് മോദിയുടെ എന്തൊക്കെ പറയൂ നമ്മള് ആനുകൂല്യങ്ങൾ, നല്ല വാക്ക്, ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. എന്നെ സഹായിക്കണമേ. വാക്കുകൾ തിരികെ പരിമിതിയുള്ള ഒരു സാധാ മനുഷ്യയാണ് ഞാൻ, വാക്കുകളേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ആ ഗവൺമെന്റ് കീഴിൽ വരുമ്പോഴാണ്. ഗവൺമെന്റ് വിട്ടുപോയാൽ ഇതെല്ലാം നമുക്ക് നഷ്ടമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്ന് ദൈവം കർത്താവ് തരുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ടല്ലോ, ഇത് കിട്ടുന്നല്ലോ, ദൈവം ഞങ്ങൾക്ക് വീട് വന്നല്ലോ. ശരി തന്നെയാ. അത് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ കയ്യില് ബാങ്കിൽ ലോൺ കൊണ്ടും നമ്മുടെ കയ്യിലെ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ലെവലുകൾ വേറെയാണ്. നമ്മൾ ആ നീതിയെ കുറിച്ചൊക്കെ പഠിക്കണം, ആഴമായി പഠിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിടുന്നു, ഒരു ഗവൺമെന്റ് ദൈവരാജ്യത്തിനകത്തുണ്ട്. 2 എന്താ? ഒരു റോയൽ ഫാമിലി. ഹല്ലേലൂയ. തൊണ്ട പോയിരിക്കുക, രാവിലെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊണ്ട ഒരുപാട് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരു റോയൽ ഫാമിലി ഉണ്ട്. ഈ ഫാമിലിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണ് ആ കുടുംബത്തിലെ നന്മകൾ ലഭിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, പ്രാദേശികമായ ഒരു കൂട്ടായ്മയിലുള്ളവരാ ഒക്കെ ശരിയാ, ദൈവത്തിന്റെ വാർത്തകളൊക്കെ നമുക്കുണ്ട്. പക്ഷേ ആ കുടുംബത്തിനകത്ത് ജനിക്കുകയും ആ കുടുംബത്തിൽ തന്നെ ജീവിക്കുകയും മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നമ്മളൊക്കെ വീട് ജനിച്ചവരാ, പക്ഷെ ജീവിക്കുന്നവരുണ്ടല്ലോ സാധാ ഭൂമിയിലാണ് ജീവിക്കുന്നത്. സാധാ മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നവരാ. നമ്മൾ ജനിച്ചത് ദൈവരാജ്യത്തിനകത്താണ്. ആണല്ലോ അല്ലേ? നമ്മൾ ജനിച്ചത് എവിടെയാ? ഞാൻ പറയുന്നത് വീണ്ടും ജനനത്തെ കുറിച്ചാണ്. ഈ ദൈവരാജ്യത്തിലെ ക്ലാസ് ഭൗതികമായി ഒന്നുമില്ല ഇതിനകത്ത്. ഗിരിപ്രഭാഷണം 5, 6, 7 അധ്യായങ്ങൾ മുഴുവനും ആത്മീയ സത്യങ്ങളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇത് മുഴുവൻ സ്പിരിച്വൽ സത്യങ്ങളാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ.
നീണ്ട 10-200 വരുന്ന മണിക്കൂർ വരുന്ന ക്ലാസ്സുകളല്ല. ഇപ്പൊ എന്തുമാകട്ടെ, ഇതിനകത്ത് ഒരു ഹെവൻലി ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ആണ്, അപ്പോൾ തന്നെ ഒരു ഫാമിലിയും കൂടിയാണ്. ഈ ഭൂമിയിലെ ഫാമിലി എന്ന് പറയുന്നത് സ്വർഗീയ ഫാമിലിക്ക് നിഴലാക്കി വെച്ചിരിക്കുക. എന്തുമാകട്ടെ വിട്ടുപോകുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ എടുത്തു പറഞ്ഞതിനെ കുറിച്ചൊക്കെ, ദൈവം മനുഷ്യപുത്രന്മാരായി ജനിപ്പിച്ചതാണ്. ഇന്നും രാവിലെ ഞാൻ ചോദിച്ച ചോദ്യമാ ഞാൻ എല്ലാവർക്കും ചോദിക്കുന്നത്, ദൈവം എന്തിനാണ് മനുഷ്യനെ ഉൽപ്പത്തിയിൽ സൃഷ്ടിച്ചത്? ഇല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചോദിച്ചാൽ, ദൈവം എന്തിനാണ് കൽവരി ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ അവിടുത്തെ രക്തത്തിലൂടെ എന്നെ എന്തിനാണ് വീണ്ടെടുത്തത്? ചോദ്യം മനസ്സിലായോ? എന്തിനാ കർത്താവ് എന്നെ വിളിച്ചത്? ഉൽപ്പത്തിയിൽ ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? മാനവരാശി. ഒറ്റ വാക്കേയുള്ളൂ. എന്താ? ചിലർ പറയും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. അതേ, സത്യമാണ്. പക്ഷേ അതിനു വേണ്ടിയല്ല. ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി, സത്യമാണ്. പക്ഷെ അതിനു വേണ്ടിയല്ല അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ദൈവത്തിന് വേണ്ടി അല്ലെ ഓടുവാൻ ചാടുവാൻ ഒക്കെ ശരി തന്നെയാ, കൊടുക്കുവാൻ ഒക്കെ ശരിയാ, ഒന്നും തെറ്റല്ല. പക്ഷെ ഇതിനു വേണ്ടിയല്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അവന്റെ കുടുംബത്തിൽ അവന്റെ മക്കളായി തീരാൻ വേണ്ടിയാണ്. പഠിച്ചൊക്കെ ഓർമ്മ, പഴയ ക്ലാസ്സൊക്കെ ഓർക്കുന്നത് ഇവർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഹൃദയത്തിൽ കൂടി വരാൻ വേണ്ടിയാണ്. ഇതറിയുന്നില്ലെങ്കിൽ നമ്മൾ ജാതീയ മക്കളെ പോലെ ഭൂമിയിൽ ജീവിക്കും, ലോകക്കാരെ പോലെ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മെ സൃഷ്ടി ഉൽപ്പത്തി 1:26 നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കും. പിന്നീട് എടുക്കുക അതിനെ കുറിച്ച് കേട്ട് വിട്ടുപോകുക. ആ ദൈവം മനുഷ്യനെ കുറിച്ചുള്ള സ്വപ്നം പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ 21:7 ദൈവം അത് പൂർത്തിയാക്കുന്നുണ്ട്. ഉൽപ്പത്തിയിൽ ദൈവത്തിന് മനസ്സ് പറഞ്ഞു, മനുഷ്യൻ ദൈവത്തെ വിട്ട് പുറത്തുപോയി, വീണ്ടും മനുഷ്യനെ റിസ്റ്റോർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാണുന്നത്. പക്ഷേ ദൈവത്തിന്റെ ഹിതമാണോ അത് സംഭവിച്ചിരിക്കും. ഇത് പ്രൊജക്ട് മനുഷ്യന്റെ അല്ല. ഈ പ്രൊജക്ട് 7000 വർഷം മാത്രം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്തൊരു പ്രൊജക്ട് നടക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ലൂക്കോസ് 2:49 12 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായിരിക്കുന്ന യേശു കർത്താവ് അവര് യെരൂശലേമിൽ ഉത്സവത്തിന് പോയി, അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിലേക്ക് പോയി. പക്ഷെ കൊച്ചിനെ കാണാനില്ല. 3 ദിവസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൊച്ച് ബാലനായ 12 വയസ്സുള്ള ബാലനായ കർത്താവ് അല്ലെ, നമ്മുടെ ആ യേശു കർത്താവ് യേശു ക്രിസ്തു ആലയത്തിൽ നിന്നുകൊണ്ട് തർക്കിക്കുക, വചനം പറയുക. അന്ന് അമ്മ ചോദിക്കുന്നുണ്ട്, മറിയ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഞങ്ങളോട് കാര്യം ചെയ്തത്? എടുത്തു വായിക്ക്. ആ ബാലനായിരിക്കുന്ന ആ കുഞ്ഞു പറയുന്നുണ്ട്, ഞാൻ പിതാവിനുള്ളതിലിരിക്കേണ്ടതല്ലയോ? അതിൽ ഇംഗ്ലീഷിൽ, മൂലഭാഷയിൽ ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കുന്നു, ഞാൻ പിതാവിന്റെ ഇംഗ്ലീഷിൽ ഞാൻ ഫാദേഴ്സ് ബിസിനസ്സിൽ ഇരിക്കേണ്ടതല്ലയോ? എത്ര വലിയ വാക്കാൻ പറയും. അപ്പോ ഈ ഭൂമിക്കകത്ത് 7 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ 7000 വർഷം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് ദൈവത്തിനൊരു ബിസിനസ് ഉണ്ട്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്? ആഴമായി പഠിക്കുവാനെ കുറിച്ച് പേടിക്കണം, ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോ ഈ 7000 വർഷത്തിനൊടുവിൽ ദൈവം 7 ദിവസം കൊണ്ട് എല്ലാം ഉണ്ടാക്കി. ഒരു ദിവസം ദൈവത്തിന്റെ കണ്ണിൽ 1000 വർഷം പോലെ എന്ന് പത്രോസ് 3-ാം അധ്യായത്തിലും സംഗീത 90 പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് 7000 വർഷം ആയുസ്സുള്ള ഈ ഭൂമിക്കകത്ത് നിന്ന് ദൈവം ഒരു കൂട്ടം മനുഷ്യപുത്രന്മാരെ, വാക്ക് ശ്രദ്ധിക്കണം, പിന്നീട് എടുക്കും, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. വാക്കുകൾ ശ്രദ്ധിച്ചാൽ എടുക്കും മനസ്സിലായിക്കോളൂ. 2, അവർക്കാണ് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഓർഡർ ടു റൂൾ. ഭരിക്കുവാൻ ദൈവം മനുഷ്യനെ വിളിച്ചിരിക്കുന്നു. നാളെ പറഞ്ഞു ഗവൺമെന്റിന് വേണ്ടിയാണ് ഭരിക്കുവാൻ, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 26 ദൈവം മനുഷ്യനെ പറവകളുടെ മേൽ, എഴുതാദികളുടെ മേൽ, മൃഗങ്ങളുടെ മേൽ, എന്തൊക്കെയാ സകല ഭൂമിയിൽ മേൽ വാഴുവാൻ അനുവാദം കൊടുത്തു. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാനിവിടെ എടുത്തിട്ടുണ്ട്, ഇവിടെ എടുത്തോളം അതിനെ കുറിച്ചൊക്കെ. വാഴുവാൻ ഈ പറഞ്ഞ 5 കിങ്ഡംസ്, ഫിഷ് കിങ്ഡം, ബേർഡ്സ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഇത് 5 കിങ്ഡത്തിന്മേൽ ഭരിക്കുവാൻ, കിങ്ഡം അല്ലേ, രാജ്യത്വം, രാജ്യമല്ല രാജ്യത്വം, വാക്കുകളുടെ ഭരിക്കാൻ അതിനെ കുറിച്ച് വാക്കാൻ വേണ്ടി 6th കിങ്ഡത്തിൽ മനുഷ്യനാക്കിയതാണ്. മനുഷ്യൻ അവിടെ നിന്ന് വീണുപോയി. ഇപ്പോൾ സാത്താനാണ് ലോകം ഭരിക്കുന്നത്. ഹല്ലേലൂയ. പറയാൻ സാധിക്കുന്നുണ്ടോ? ദൈവം ഭരിക്കാൻ വെച്ചതാ മനുഷ്യനെ, ഭൂമിയെ വാഴുവാൻ വെച്ചതാ. ആ വീഴ്ച ഭയാനകമാണ്. ഇന്ന് നമ്മൾ പറയും നമ്മളൊക്കെ രാജാവിന്റെ മക്കളാണ്. അല്ലേ, അല്ല. വാഴുവാൻ നമ്മളെ വെച്ചിട്ടുണ്ട്, ശരി തന്നെയാ. പക്ഷെ ഇന്ന് നമ്മൾ ആരാ അറിയൂ? രാജാവിന്റെ മക്കളാണോ? ആത്മീയ രാജാവിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. നമ്മുടെ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്നിട്ടില്ല. ഇവിടെ
അവൻ രാജാവായിട്ടില്ല. അവിടെ 1000 ആണ്ട് വാഴ്ച ആരംഭിച്ചിട്ടില്ല. സ്പിരിച്വൽ റിയത്തിൽ സ്വർഗത്തിൽ അവൻ രാജാവായി വെച്ചിരിക്കുക. പഠിച്ചവർക്കായി സ്തോത്രം, അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ രാജാവിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റ വേറൊരു രാജാവ് ഇവിടെയുണ്ട്. നമ്മൾ അവന്റെ രാജാവിന്റെ മക്കളായി മാറും. സാത്താന്റെ മനസ്സാവുന്നുണ്ടോ? അതുകൊണ്ട് ഭരിക്കുവാൻ വെച്ചത് ആ 7th കിങ്ഡമായ ദൈവരാജ്യം ഭൂമിയിലെ 6ാമത്തെ കിങ്ഡമായ മനുഷ്യരാജ്യത്തെ ഭരിച്ചുകൊണ്ട് മനുഷ്യൻ ഭൂമിയെ വാഴണം എന്നുള്ള മനോഹരമായ ആ സത്യമാണ് ദൈവം ആഗ്രഹിച്ചത്. അതുകൊണ്ട് മനുഷ്യൻ അത് വീണുപോയി. ക്ലിയറോ? അപ്പൊ 2 കാര്യങ്ങൾ നമ്മുടെ ഇതോടുള്ള ബന്ധത്തിൽ കിടക്കുക. ഒന്നെന്താ, ആരും എഴുതണ്ട, പഠിക്കാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ നമ്മൾ വരും ദിവസങ്ങളിൽ. ഒന്ന്, ഗവൺമെന്റ് ഉണ്ട്. 2, റോയൽ ഫാമിലി. നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. മനുഷ്യപുത്രന്മാരെ എർത്തി ഫാമിലിയിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി ഹെവൻലി ഫാമിലിയെ കൊണ്ടുപോകുന്നു. മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. അകത്തൊക്കെ ആത്മാവ് തുടിക്കുന്നുണ്ടോ വല്ലതും? ഈ ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഇവിടെ ഉത്തരമുണ്ട്. ഇതിനകത്ത് കർത്താവ് തരും നമുക്ക്. ഭൂമിയിലെ മനുഷ്യപുത്രന്മാരെ ഒരു പ്രോസസ്സിൽ കൂടി, എന്തുമാകട്ടെ, ഒരു പ്രോസസ്സിൽ കൂടി കടത്തിവിട്ട് സ്വർഗീയ ഹെവൻലി ഫാമിലിയിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ്. അപ്പോൾ നമ്മൾ ദൈവപുത്രന്മാരോ ആണ്, ശരി തന്നെയാ, പക്ഷെ ആയിക്കൊണ്ടിരിക്കുന്നു. ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയിത്തീരുവാൻ. അതാണ്. അപ്പൊ ഈ കാര്യവും 2, ദൈവം നമ്മളെ വിളിച്ചത് അവന്റെ അത് വാഴുവാൻ വേണ്ടി എന്നുള്ള ഒരു കാര്യമാണെന്ന കാര്യം മറന്നു പോകരുത്. ഇത്രയും കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുക. മനസ്സിലാക്കാതെ വിചാരിക്കുന്നു. ഇതാണ് യഥാർത്ഥമായ ദൈവരാജ്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമുണ്ട്. ദൈവരാജ്യം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ? ഭൂമിയിൽ ദൈവരാജ്യം ഉണ്ടോ? പിന്നെ മരിക്കാനെ കുറിച്ച് 3 നിലകളിലാണ് ദൈവരാജ്യം കടന്നു വരുന്നത്. ഒന്ന്, സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം. എഴുതുന്നില്ല, അത് വരും ദിവസങ്ങളിൽ. ഞാൻ ഇൻട്രോഡക്ഷൻ മാത്രം പറഞ്ഞു പോവുകയാണ്. 2, അക്ഷരികമായ ലിറ്ററൽ കിങ്ഡം, അക്ഷരികമായ കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യം. അത് 1000 ആണ്ടിൽ സംഭവിക്കും. 3, അതിന്റെയൊക്കെ ഒടുവിൽ ഈ മൂലപദാർത്ഥങ്ങൾ, ഈ ഭൂമി, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റമായിരിക്കുന്ന ഈ ഭൂമിയും കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളൊക്കെ കത്തിയഴിഞ്ഞു പോകും. പത്രോസ് പറയുക, മൂലപദാർത്ഥങ്ങൾ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം. എന്തുകൊണ്ട് ആറ്റം ഉണ്ടാക്കിയത്? അത് കത്തിക്കാൻ വേണ്ടിയാ. അതെല്ലാം കത്തി അഴിച്ച ശേഷം മനോഹരമായ ഒരു രാജ്യം വരാൻ പോകുന്നു. അതിന് പറയാം നിത്യമായ പിതാവിന്റെ രാജ്യം. അവിടെയാണ് നമ്മൾ അവസാനിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്നത് അവിടെയാണ്. ഇതൊന്നും അല്ലല്ലേ, തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മുടെയൊക്കെ ജീവിതം ഇപ്പോൾ ഒരു ടെസ്റ്റിലേക്ക് വേണ്ടി മാത്രം ആരംഭിച്ചിരിക്കുക. ഈ സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വരുന്ന ദിവസം പഠിക്കും. അല്ലാണ്ട് 1000 ആണ്ടിൽ കർത്താവ് രാജാവായി വരുമ്പോഴാണ് നമ്മൾ ലിറ്ററൽ കാണത്തക്കവണ്ണം നമ്മളെ ദൈവരാജ്യത്തിൽ വാഴുവാൻ പോകുന്നത്. അന്ന് നമ്മൾ രാജാവിന്റെ മക്കളാണ്. ആണല്ലോ? അന്ന് നമുക്ക് പറയാൻ കഴിയും, ഞങ്ങൾ രാജാവായ ക്രിസ്തുവിന്റെ രാജാക്കന്മാരായ മക്കളാണ്. 5 പട്ടണത്തിനും 10 പട്ടണത്തിനും അധികാരികളായി നമ്മൾ വാഴാൻ പോകുന്ന നമ്മുടെ മനോഹരമായ ദേശം. ഹല്ലേലൂയ. അതും 1000 ആണ്ടേ ഉള്ളൂ, അത് കത്തിപ്പോകും. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോ അവിടെ മുതലൊക്കെ നമ്മുടെ യഥാർത്ഥമായ ജീവിതം ആരംഭിക്കുന്നത്. ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല നമ്മള്. അപ്പൊ എന്തുമാകട്ടെ, ഞാൻ ഒരു ചിന്തകൾ നിങ്ങൾക്ക് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അകത്ത് അത് വെളിപ്പാടായി മാറട്ടെ. ഒന്നുകൂടി വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ മാത്രം ഞാൻ ഇന്ന് പറഞ്ഞു പോവുകയാണ്. നമുക്ക് പൊതുവെ കേട്ടുവരുന്ന ഒരു വാക്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. റോമർ 14:17 വാക്യം എന്താ? ദൈവരാജ്യത്തെ കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നീട് ഗ്രഹിക്കണമെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ 1000 പ്രാവശ്യം പഠിച്ചാൽ മാത്രമേ നമുക്ക് ആ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയത്തുള്ളൂ. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഈ കാണുന്ന സ്റ്റേറ്റ്മെന്റാ. ബാക്കിയെല്ലാം ഉപമകളിലൂടെ പറഞ്ഞു വെച്ചിരിക്കുക. ഉപമയെന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാം. ഉപമകളിലൂടെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുക ഒരു കാര്യം. അപ്പൊ ഇവിടെ പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, എന്താ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. നമുക്ക് പറയുന്നു അതിൽ ഏതിലാ? ദൈവരാജ്യത്തിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ. അപ്പോ അതിലും സേവിക്കാം. ഭൂമിയിൽ മാനുഷിക സംഘടനകൾ ജീവിച്ചുകൊണ്ട്, അല്ലെ, ഒരു സംഘടനയിൽ മറ്റേതെങ്കിലും മാനുഷിക സംഘടന നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി നമുക്ക് സേവ ചെയ്യാം. അങ്ങനെ ചെയ്യാം. അത് കർത്താവ് അറിയത്തില്ല. നിങ്ങൾ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി പ്രവേശിച്ചു വീര്യപ്രവൃത്തി ചെയ്തു. കർത്താവ് പറയും, ഞാൻ അറിയുന്നത് പോലുമില്ല. മനസ്സിലാവുന്നുണ്ടോ?
അതുകൊണ്ട് അതിൽ ജീവിക്കണം, അതിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഞാൻ നിങ്ങൾ എവിടെ ജനിച്ചോ അവിടെ ജീവിക്കുവാൻ പഠിപ്പിക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ നമ്മളോട്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാ? ഞാൻ എവിടെ ജനിച്ചോ ദൈവരാജ്യത്തിൽ അവിടെ ജീവിച്ച് വളരുവാൻ വേണ്ടിയാ നമ്മൾ ഈ ക്ലാസ് മുഴുവൻ പഠിക്കുന്നത്. ഇല്ലെങ്കിൽ ലോകമോഹങ്ങൾക്ക് ഇടിച്ചു കയറ്റി നമ്മുടെ അകത്തേക്ക് നമ്മുടെ കയ്യിലെല്ലാം പിടിച്ചു മേടിച്ചെടുക്കും. ഹല്ലേലൂയ. അതൊന്നും അല്ല സത്യം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ദൈവരാജ്യം എന്താ? ഭക്ഷണവും പാനീയവും ഒന്നും അല്ല, ഭൗതിക കാര്യങ്ങളൊന്നുമല്ല. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഇതാണ് യഥാർത്ഥമായ. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, ഒരു സ്പിരിച്വൽ റിലമാണ്, ആത്മീയ തലമാണത്. അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക്, ഞാൻ ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിടാൻ വേണ്ടിയാണ്, ആഴമായി എടുക്കുന്നില്ല. നമുക്ക് 1-ാം അധ്യായം മുതൽ 14-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനായവരെ ചേർത്തുകൊള്ളുകയും, ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനോ സസ്യാദികളെ. അപ്പോ 5-ാം വാക്യം പറയുന്നു, ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരു സകല ദിവസത്തെയും മാനിക്കുന്നു. നമ്മുടെ ആത്മീയ പക്വതയനുസരിച്ച് നോക്കി പല കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലെ. അവിടെ പറയുന്നു, ചിലര് അയ്യോ പന്നിയെ കഴിക്കാൻ പാടില്ല, ഒന്ന് വിചാരിച്ചേക്കരുത്, പോർക്കിനെ കഴിക്കാൻ പാടില്ല അല്ലെ. പക്ഷെ അവര് പഴയ പരിഹരിച്ചിരിക്കുക, പിളർന്നിരിക്കുന്നത് കഴിക്കാം കുളമ്പ് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞത് അവർ അതുകൊണ്ട് പോർക്കിൽ കഴിക്കുന്നില്ല. പക്ഷെ നല്ല നെയ്മീൻ കിട്ടിയ നല്ല പുളിയൊക്കെ വിട്ടിട്ട് വായിൽ വെള്ളം വന്നല്ലോ നല്ലോണം കഴിക്കുക, അത് കുഴപ്പമില്ല. പക്ഷെ ചതമ്പലില്ലാത്ത മീനെ കഴിക്കാൻ പാടുന്ന അവിടെ വെച്ചിരിക്കുക പഴയ പറ്റും. അതിന്റെ വെളിപ്പാടുകളൊക്കെ പണ്ടിവിടെ പഠിച്ചിട്ടുണ്ട് നമ്മള്. ശുദ്ധിയുള്ള മീന്, ശുദ്ധിയില്ലാത്ത മീനൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെ ദൈവം എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചതൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിലൊക്കെ. എല്ലാം ഓർത്തെടുത്താൽ മതി. അപ്പൊ എന്തുമാകട്ടെ, ശ്രദ്ധിക്കണം, ഇതൊരു ആത്മീയ നിലവാരം അനുസരിച്ച് പല കാര്യം നമുക്ക് ചെയ്യാം. കഴിക്കാതിരിക്കാം, ബലഹീനമാണെങ്കിൽ കഴിക്കാതിരിക്കാം, ആത്മത്തിൽ ബലവാനാണെങ്കിൽ അവന് കഴിച്ചാലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. അത് പറഞ്ഞു മനസ്സിലാവുന്നുണ്ട്. ഇനി മുട്ടയിൽ കൂടോത്രം എഴുതിയിട്ട് മുട്ടയിൽ കൂടോത്രം ഒരു ആത്മീയൻ പറഞ്ഞ ഒരു പക്വതയുള്ള ദൈവരാജ്യത്തെ കുറിച്ച് അറിയുന്ന ഒരു ഭക്തനാണെങ്കിൽ അതിന്റെ പുറത്ത് ശൂശു എന്നൊക്കെ പറഞ്ഞ് അല്ലേ എന്തെങ്കിലും എഴുതിയിട്ട് പറയാ, ഇടയിൽ വെച്ചാൽ നമ്മുടെ വീടിന്റെ മുമ്പിൽ വിട്ടാൽ രാവിലെ എടുത്തിട്ട് പൊട്ടിച്ചിട്ട് സവാള ഉള്ളിലേക്ക് കടിച്ചിട്ട് ഓംലെറ്റ് ഇട്ട് കഴിക്കാം, ആരും ഒന്നും ചോദിക്കത്തില്ല. ഒരാത്മീയ പക്വത ഉള്ളവന് മച്ചം കിടുകിടാ നടക്കും. അത് ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ സത്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കോളൂ. ഇനി ലോകത്തെ കാണുമ്പോൾ ഒന്നുമില്ല, ഒരു ദൈവം മാത്രമേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. മറ്റൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റുകളാ. നമ്മളൊക്കെ വിറച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ അയ്യോ കെട്ടുണ്ട്, ബന്ധനമുണ്ട്, പൂട്ടുണ്ട്, ശാപമുണ്ട്, എവിടെ ഏതൊക്കെ ആർക്കാ ഉള്ളതൊക്കെ. ദൈവരാജ്യത്തിൽ ജനിച്ചവന്, ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവന്, ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ നിൽക്കുന്നവന് ആർക്ക് എന്ത് ഭവിക്കാനാണ്? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ച് ദൈവരാജ്യത്തിന്റെ ഗവൺമെന്റ് ജീവിക്കുന്ന ഒരു പൈതലിന് എന്ത് സംഭവിക്കാനായി ലോകത്തിൽ? ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തുമാകട്ടെ, ഇങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് അവസാനം ഈ ദൈവരാജ്യത്തെ കുറിച്ച് അത് പറയുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധം. അപ്പൊ പുറമെയുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ലേ പറയുക. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ തൊട്ട് മോൾ മുതൽ 12-ാം അധ്യായം ചില കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു വിടുകയാണ്. 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമ്മോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വരിക. അവിടെ എന്റെ വോയിസ് ശരിയാണ്, നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്? ഓക്കെ, ഈ പറയുന്ന സൗണ്ട് ക്ലാഷായി പോകുന്നത്. അവിടെ 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുക. ആ ദൈവരാജ്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ, ദൈവരാജ്യത്തിനകത്ത് ജീവിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. ലോകത്താൽ മല്ലപ്പെട്ടുപോയ പിശാചിന്റെ ചതിയാൽ, അവന്റെ ദുർമോഹങ്ങളാൽ, ദുസ്വഭാവങ്ങളാൽ മല്ലപ്പെട്ടുപോയ നമ്മുടെ മനസ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എന്താ പറയുക, മനസ്സ് പുതുക്കി ജസ്റ്റ് പറഞ്ഞു വിടുക, രൂപാന്തരപ്പെടണം. ഇല്ലെങ്കിൽ നമുക്കിത് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ലോകം പറയും ദൈവം നിന്നെ അനുഗ്രഹിക്കും അല്ലേ, ദൈവം നിന്നെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലതും പറയും. യഥാർത്ഥത്തിൽ ഒരു ദൈവവാസം എന്ന് പറഞ്ഞാൽ ലോകം കിടക്കുന്ന, മോഹങ്ങൾ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പറിച്ചു കളയാൻ വേണ്ടിയാ യഥാർത്ഥത്തിൽ നല്ലൊരു ദൈവവാസം എന്ന് പറഞ്ഞാൽ. ലോകമോഹങ്ങളും ചെടയിച്ചുകളും കിടക്കുന്ന ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിന്ന്, വീണ്ടും ജനിച്ചന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അവനെ നിത്യത അല്ലെങ്കിൽ ദൈവരാജ്യം അവന്റെ ഹൃദയത്തിൽ സ്പിരിച്വൽ കിങ്ഡം സ്ഥാപിക്കാൻ വേണ്ടിയാണ്.
അപ്പൊ അതുകൊണ്ട് അത് ഗ്രഹിക്കണമെങ്കിൽ ഒരു കാര്യം ഈ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അതിൽ ഒരു കാര്യം ഓർക്കണം. ഒന്ന്, നമ്മോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം. അതിനുവേണ്ടി നന്മയും പ്രസാദവും വായിച്ചോ നിങ്ങൾ വായിച്ചോ. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം. ഇന്ന് എന്താണ് ദൈവഹിതം, ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അനേകർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത് ദൈവഹിതം തിരിച്ചറിയാം. അതുകൊണ്ട് എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, മത്തായി 7:21 പറയുന്നത്, എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്ന അവിടെ അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ അവിടെ ഞാൻ പറയുന്നു, അങ്ങനെ ഇന്ന് അനേക വിശ്വാസികൾക്കും ദൈവ ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല. ഈ ബൈബിൾ എന്താ പഠിപ്പിക്കണമെന്ന് അനേകർക്കും അറിയത്തില്ല. അതുകൊണ്ടാ ഈ ലോകം പ്രസംഗിക്കുന്നത്. കിട്ടും അല്ലേ എന്നൊക്കെ പറയുന്നത്. ഇതൊന്നും അല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്നത് വേറെ കാര്യമാണ്. സ്വർഗത്തോടുള്ള ബന്ധത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഈ പുസ്തകം ബൈബിൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, വേദ, സംഖ്യ, ആവർത്തനം എന്നൊക്കെ പറഞ്ഞ് ആവർത്തനം 28-ാം അധ്യായം വരെ വായിച്ചു വന്നാലുണ്ടല്ലോ നമുക്ക് പിന്നെ കണ്ണവിടെ എടുക്കാൻ തോന്നത്തില്ല. പിന്നെ സംഖ്യത്തെ 23 വരെയപ്പോ അവിടെ നമ്മുടെ മനസ്സങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകും. ആണല്ലയോ? സംഖ്യത്തെ 23 വന്ന എന്താ അവിടെ എന്റെ ഇടയിലാവുന്നു, എനിക്കൊന്നും ഒരു മുട്ടില്ല. പക്ഷെ എല്ലാവരുടെയും കടോ, നാട്ടിൽ മൊത്തം കടവാ. ഒരു മുട്ടൂന്നൊക്കെ പറയുന്നു ഇല്ലേ? ആവർത്തനം 28 വരുമ്പോൾ ദൈവം തന്നെ നോക്കിയേ, 1/3 ഭാഗം മാത്രം അനുഗ്രഹം പറഞ്ഞിട്ട് 2 ഭാഗം ശാപങ്ങളാ പറയുന്നത്. എന്നിട്ട് അനുഗ്രഹം എടുത്ത് പറയുന്ന ദൈവം നിന്നെ അടുത്ത വാഴല്ല തലയാക്ക് വലിയ പുലിയാക്കും എന്നൊക്കെ പറഞ്ഞ് പറയും. നമ്മൾ അത് കേൾക്കുമ്പോൾ അങ്ങോട്ട് വീഴും. നിങ്ങളൊരു സത്യം അറിയണം, ഇതൊക്കെ ആർക്കുള്ളത് അറിയാമോ? ഇതൊക്കെ ആത്മാവിൽ പാപം ചെയ്ത് ആത്മാവിൽ മരിച്ചുപോയ തലമുറകൾക്കുള്ളതാണ്. ഉൽപ്പത്തി 2:17 നന്മത്തിന്റെ വിഷയത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കും നിശ്ചയമെന്ന് പറഞ്ഞ ആത്മാവിൽ മരിച്ചുപോയവർക്ക്, ആത്മീയ സത്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹമാണത്. ഒറ്റവാക്കി പറഞ്ഞ അനുസരണം കെട്ടവർക്ക്. എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ പറയുന്നത്, നമുക്ക് വെച്ചിരിക്കുന്നത് നമുക്കിന്ന് ആത്മീയ സത്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. കാരണം ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണ് നമ്മൾ അതിന്റെ പുറകെ പോയാൽ നാശം, നരകമേ നമുക്കുള്ളൂ. അത് ആത്മാവ് മരിച്ചവർക്കുള്ളതാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ കിങ്ഡമാണ്. അദൃശ്യമായതാണ്, കാണത്തക്ക വണ്ണമില്ലാത്തതാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇത് മുഴുവനും കാണത്തക്ക വണ്ണമുള്ളതാണ്. അവർക്കത് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ എന്റെ മക്കളോട് പറയാ, മോനെ ഞാൻ പോയി വരുമ്പോൾ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കണം. അവൻ പറയും അല്ല, അങ്ങനെ പിള്ളേർ പറയണത് അവൻ കേട്ടിട്ട് പോലുമില്ല അല്ലേ? അപ്പൊ ഞാൻ പറയും എന്തിന് ചെയ്തു വെക്കണമെന്ന് പറയും. ഇല്ല അവന്റെ പറഞ്ഞു പറയും. അപ്പൊ ഞാൻ പറയും, ഞാൻ വരുമ്പോ ലോലിപ്പൊന്നും വേണ്ടല്ലോ. ഏത് ദിവസം പറഞ്ഞ ഞാൻ നിനക്ക് 500 രൂപയ്ക്ക് നെറ്റ് ഓൺ ചെയ്ത് തരാം, റീചാർജ് ചെയ്ത നെറ്റ്. അതാകുമ്പോ പിള്ളേർ ഹാപ്പിയാ. അപ്പൊ അവർ പറഞ്ഞ അപ്പൊ തന്നെ ഷൂ ഒക്കെ തുടച്ചു വെക്കും. ഞാൻ വരുമ്പോഴത്തേക്ക് ഒക്കെ റെഡി ആയിരിക്കും. ഇത് എന്നുള്ള സ്നേഹം കൊണ്ട് ചെയ്താണോ? ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അനുസരണം കെട്ട മക്കൾക്ക് കൊടുത്തത് അതൊക്കെ മുഴുവനും. നമ്മള് ആത്മാവിൽ മരിച്ചുപോയവർക്ക്, നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരെ ഇരിക്കുന്ന ആൾക്കാർ മുഴുവനും. നമുക്ക് ഒരു അത്ഭുതം വേണ്ട, അടിയാളം വേണ്ട. അത് മനസ്സിലാക്കുവാൻ അകത്ത് വന്ന വീണ്ടും ജനിച്ചവന് മാത്രം കഴിയും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ ആഴമായി അറിയണമെങ്കിൽ നമ്മൾ അകത്ത് വീണ്ടും ജനിച്ച മനുഷ്യനെ പൊക്കിവിടണം. പഠിക്കും ന്യൂ ബർത്ത് എന്ന് പറയുന്ന ക്ലാസ് ഇത് ചേർന്ന് വരുന്നുണ്ട്. അതേക്കുറിച്ച് നിങ്ങൾ ഗ്രഹിച്ചറിയുമ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ തുടിക്കും. ഇങ്ങനെ കിടന്നിട്ട് വചനം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ അകത്ത് അത് തുടിക്കാൻ തുടങ്ങും. നമ്മുടെ അകത്ത് എന്തുവാകട്ടെ. അപ്പോ ദൈവരാജ്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. താഴേക്ക് റോമർ 12:3 മുതൽ 8 വരെ പഠിക്കുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ അവിടെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സഭക്കകത്ത് ചിലർ ചെറിയ ആൾക്കാരുണ്ട്, വലിയ ആൾക്കാരുണ്ട്. അതും പഠിക്കട്ടോ. നമ്മൾ വിചാരിക്കും സോഷ്യലിസമാണ് സ്വർഗമെന്ന്. അല്ലേ അല്ല. കർത്താവ് ഇപ്പൊ വരും, നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്ന പറയുന്നത്. അല്ലേ അല്ല. സോഷ്യലിസം അല്ല സ്വർഗം. സ്വർഗത്തിൽ വലിയവരുമുണ്ട്,
ചെറിയവരുമുണ്ട്. അവർ വലിയവനാണോ ചെറിയതാകണമെന്ന് ഇന്ത്യയിൽ ജനിച്ചപ്പോൾ എനിക്ക് വലിയ മോഹമാണ് അമ്പാനിയുടെ മോനായി ജനിക്കണമെന്ന്. വല്ല ഗുണമുണ്ടോ? ഒരു പാവം പിടിച്ച കോർപ്പറേഷൻ തൊഴിലാളി മോനായി ജനിച്ചുപോയി. വല്ല മനസ്സിലായി നിങ്ങൾക്ക് ആഗ്രഹമില്ലേ അല്ലേ? വലിയ എന്താ പറയുക, ബച്ചന്റെ കുടുംബത്തിൽ ജനിക്കണമെന്നും അമ്പാനിയുടെ കുടുംബത്തിൽ ജനിക്കണമെന്ന്. നമുക്ക് ചോയ്സ് ഇല്ലെന്നേ, ഒരു ചോയ്സുമില്ല ഭൂമിയിൽ ഇതിൽ ജനിക്കുവാൻ. അവർന്ന് പറയുന്നു ജനിക്കുന്നു. പക്ഷേ ഒരു സത്യം അറിയണം, ആ സ്വർഗീയ കുടുംബത്തിൽ നിൽക്കുവാൻ ചോയ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ടത്. ഈ ആയുസ് എന്തിനു വേണ്ടി നിങ്ങൾ കളയുന്നുവോ അതായിരിക്കും സ്വർഗത്തിൽ. ഞാൻ അതിനെക്കുറിച്ച് ആഴമായി സമയം എടുക്കും. നമുക്ക് നിത്യത്തിലെ അനേക വാസസ്ഥലങ്ങളെ കുറിച്ച്. ഹല്ലേലൂയ. അവിടെ സോഷ്യലിസ്റ്റ് ഒന്നുമല്ല. ഈ ആയുസ് അവന് വേണ്ടി കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ സ്വർഗീയ സിയോണിൽ കാണും. ഇല്ലെങ്കിൽ ആ പുതിയ ഭൂമിയിലൊക്കെ എന്ന് പറയുന്ന പുതിയ ഭൂമിയിലൊക്കെ പറഞ്ഞ് 210 മാർക്ക് മേടിച്ച് എന്താ കഷ്ടിപുഷ്ടി SLC പാസ്സായ അല്ലെ കഷ്ടി കയറിപ്പോയ ആൾക്കാരെ പോലെ പുതിയ ഭൂമിയിൽ വേസ്റ്റ്. ഞാൻ പറയാ, കർത്താവിന് ഈ സാക്ഷാൽ തേജോമയായ സ്നേഹവാനായ കർത്താവിന് ഒരിക്കൽ പോലും കാണാൻ കഴിയത്തില്ല. അവർ കുഞ്ഞാടിന്റെ വെളിച്ചത്തിൽ ജീവിക്കും. ജീവവൃക്ഷത്തിന് ഫലം കാണാൻ പറ്റത്തുള്ളൂ, പക്ഷെ പറിക്കാൻ ഇല പറിച്ച് ആടിനെ പോലെ ചമക്കാനേ പറ്റത്തുള്ളൂ. പക്ഷെ ജയാളികളാണോ? സഭയോട് പറയുമ്പോൾ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഇലയല്ല, ഫലം ഉൽപ്പത്തിയിൽ മറഞ്ഞുപോയ ആ ഫലം വീണ്ടും നമുക്ക് തരാൻ പോവുക. ഇതൊക്കെ വെറും തോന്നലല്ലെന്നേ, അകത്ത് പരിശുദ്ധമായി ഇടപെടുന്നു നിങ്ങളോട്. ഓക്കെ, എന്ത് ഭാഗത്ത് വിട്ടുപോകുന്നു? അതുകൊണ്ട് സഭയോട് ബന്ധി പറയുക, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. അപ്പോൾ വ്യത്യസ്തമായ ആൾക്കാർ ഇവിടെയുണ്ട്. ഒരു ചെറിയ വിരലിന് പോലും, ഒന്നിനും കൊള്ളാത്ത വിരലിന് പോലും എന്നുണ്ട് ഒരു വേലയുണ്ട്. അപ്പൊ സഭക്കകത്ത് ആ ദൈവരാജ്യം വെളിപ്പെടണമെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ദൈവരാജ്യം വെളിപ്പെടണമെങ്കിൽ അവിടെ വലിയ വലിയ എന്താ പറയാ ആ ഭാവിക്കേണ്ടതിന് മേൽ ഭാവിച്ചുയർന്നാൽ ദൈവരാജ്യം നമ്മുടെ നാടിൽ വരത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഇന്ന് അനേക സഭകളിലും ആരില്ല? പറയൂ, കർത്താവില്ല. കാരണം നമ്മൾ പറയും ഈ രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വരുന്നതിനടുക്ക് എന്നുണ്ട്. പറയൂ, വാക്യം പറ. 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവനുണ്ടെന്ന്. പക്ഷെ കർത്താവില്ലെന്നേ, കർത്താവില്ല. അങ്ങനെ 2 3 പേർ കൂടി അന്ന് കർത്താവ് വരത്തില്ല. ഹല്ലേലൂയ. അവിടുത്തെ വിഷയം ഐക്യമധ്യമാണ്. ഹല്ലേലൂയ. ഐക്യതയിലാണ് വെളിപ്പെടുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഡെലിവറൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചത് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഭാവിക്കേണ്ടതിന് മേൽ ഭാവിച്ചുയർന്നാൽ കർത്താവിന്റെ രാജ്യം നമ്മളിവിടെ വരത്തില്ല. നമ്മുടെ ഇടയിൽ കർത്താവിന്റെ രാജ്യം വരണം. നമ്മുടെ ഉള്ളിൽ മാത്രമല്ല, നമ്മുടെ ഇടയിലും അവിടെ രാജ്യം വരണം. ആ രാജ്യം വെളിപ്പെടുമ്പോൾ മറ്റു വ്യക്തി പറഞ്ഞാൽ തേജസ് അല്ലേ, ദൈവ തേജസ് നടുവിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്ക് മാനസാന്തരവും രൂപാന്തരവും ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് സഭയോട് നമുക്ക് പറയുക, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ദൈവരാജ്യം നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നില്ല. ഒന്ന്, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്താ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, 19-ാം അധ്യായം ലൂക്കോസ് പറഞ്ഞില്ലേ, ഒരു മനുഷ്യൻ കുഞ്ഞായ ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരാൻ വേണ്ടി ദൂരയാത്ര പോയി. 10 ദാസന്മാരെ വിളിച്ച് 10 പേർക്ക് ഓരോ വെള്ളിക്കാശ് കൊടുത്തു. അതിൽ 7 പേർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ല. ഓർത്ത കൂടെ പൂർത്തിവെച്ചു. ബാക്കി 2 പേർ കർത്താവ് കൊടുത്തത് അല്ലെങ്കിൽ യജമാനൻ കൊടുത്തത് വ്യാപാരം ചെയ്തു. കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? രാജാവായിരിക്കാത്തവരെ പിടിച്ചുകൊണ്ടുവന്ന് കൊന്നുകളയാൻ തള്ളി തീയിലിട്ട് വിട്ടുകളയാ പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്യുകയല്ല, അവന്റെ രാജ്യത്തിൽ നിന്നോട് ചെയ്യണം. ഇല്ലെങ്കിൽ വൃഥാ വേസ്റ്റാണ് നമുക്ക്. എന്തുമാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങളും പ്രവൃത്തി വ്യത്യസ്തമാണ്. ആകയാൽ നമുക്ക് ലഭിച്ച ദൈവകൃപക്കൊത്തവണ്ണം എല്ലേ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നടുവിൽ ദൈവരാജ്യം വെളിപ്പെടത്തില്ല. ഒന്ന്, എന്നിൽ ദൈവരാജ്യം വെളിപ്പെടണം അല്ലേ, നമ്മോടുള്ള ബന്ധത്തിൽ. 2, സഭയോടുള്ള ബന്ധത്തിൽ. ആ ദൈവരാജ്യം നമ്മൾ പറഞ്ഞു വരുന്നത് 14-ാം അധ്യായത്തിൽ വെളിപ്പെടുന്ന ദൈവരാജ്യത്തെ കുറിച്ചാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമൊന്നുമല്ല എന്ന് പറഞ്ഞു വരിക. അപ്പോ ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ ദൈവരാജ്യത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ് എന്ന് വിട്ടു പോകുന്നു. 3, റോമർ 12-9 മുതൽ 21 വരെ പഠിക്കുമ്പോൾ അവിടെ സമൂഹത്തോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് വാക്യം മാത്രം. വാക്യം 14 പറയുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ.
അത് പറയാ 17-ാം വാക്യം പറയുന്നു, ആർക്ക് തിന്മക്ക് പകരം തിന്മയാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായി മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യർക്കും സമാധാനമായിരിക്കും. സകല മനുഷ്യരുടെയും മുമ്പിൽ എന്ത് ചെയ്യാന്നറിയാ, നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ദൈവരാജ്യം കൊണ്ടുവരണം നമ്മളിലൂടെയാണ്. ഈ മത്തായി 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ താഴേക്ക് കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ 3 കാര്യം പറയുന്നില്ല. എന്തൊക്കെയാ കർത്താവ് അത് പറഞ്ഞ പ്രാർത്ഥന പറഞ്ഞേ? പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, അടുത്തത് അവിടുത്തെ രാജ്യം വരണമേ. മേമയെന്ന് കരളവല് കരട്ട് കാര്യമില്ല, നമ്മളാ കൊണ്ടുവരേണ്ടത്. പറഞ്ഞു പറഞ്ഞത് ദൈവരാജ്യം എന്നിൽ വരണം, എന്നിലൂടെ സഭയിൽ വരണം, സമൂഹത്തിൽ വെളിപ്പെടണം. വെറുതെ പറഞ്ഞതുകൊണ്ടൊന്നും വരത്തില്ല. 2 3 4 കൂടിയാൽ ഞാൻ ഉണ്ടാകത്തില്ല. അതിൽ കൂടുവാൻ വ്യവസ്ഥയുണ്ട്. ക്ലിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് പറയുക, അത് വിടുക, അതും വിടുക. മറിച്ചത് 4-ാമത്തെ കാര്യം, ഭരണകൂടത്തുള്ള ബന്ധത്തിൽ 13-1 മുതൽ 7 വരെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് മനുഷ്യരും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴ്പ്പെടട്ടെ, അല്ലേ? ഭരണാധികാരികൾക്ക് മൂർഖന്മാരായവർക്ക് പോലും നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. അത് സഭയോടുള്ള ബന്ധത്തിലാണെങ്കിലും സമൂഹത്തോടുള്ള ബന്ധത്തിൽ. ഇപ്പോഴും ഇഷ്ടംപോലെ അല്ലേ നേതാക്കന്മാർ നമുക്ക് വരെയുണ്ട്. രാഷ്ട്രീയ തലത്തിൽ നമ്മളെല്ലാം കീഴ്പ്പെട്ടിരിക്കണം എന്ന കാര്യം മറന്നു പോകരുത്. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു. ഇന്ന് കാണുന്ന ഭൂമിയിൽ കാണുന്ന ഒരു ചെറിയ കൗൺസിൽ പോലും ആരെന്നറിയാമോ? ദൈവമാക്കിയത ആണില്ലയോ? ഞാൻ ദാനിയേൽ പ്രവചനം പറയാ, ദൈവം അറിയാതെ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. കൊറോണ വന്നില്ലേ? ആരാ കൊറോണ അയച്ചത്? ഹുവാൻ ചൈനയിലെ ഹുവാനുണ്ട്. എന്തോ സാധനം അതാ പറഞ്ഞ സാധനം. ചൈനയിൽ നിന്ന് ഇറങ്ങി വന്നതാ, അല്ലേ? സത്യം ചൈനയിൽ നിന്നും വന്നതല്ല അത്. കർത്താവ് ചൈനയിൽ വന്നത് ശരിയാ, പക്ഷെ കർത്താവ് അനുവദിച്ചതാ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. വാക്സിനും ദൈവം അനുവദിച്ചതാ. 2 കാര്യങ്ങൾ ആ വാക്സിൻ എടുക്കുമ്പോൾ. ഒന്ന്, നാം എടുക്കുമ്പോൾ നമ്മുടെ മുഴു ഡാറ്റകളും ഒരുവന്റെ കരങ്ങളിലേക്ക് പോകുന്നു. ആരാ? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ആരാ? എതിർ ക്രിസ്തു ഭൂമി ഭരിക്കാൻ വരുന്നു. 850 കോടി ജനത്തിന്റെയും ഡാറ്റകൾ, എന്റെയും നിങ്ങളുടെ ഡാറ്റകൾ, എല്ലാ രാജ്യത്തിലെ മനുഷ്യരുടെ ഡാറ്റകളെല്ലാം ഒരു മനുഷ്യന് ലാപ്ടോപ്പിൽ. ഞാനല്ലേട്ടാള് ലാപ്ടോപ്പ് കാണുമ്പോൾ നിങ്ങളേക്ക് ഞാനല്ല. ആ ഒരു എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യന് ലാപ്ടോപ്പിൽ വരികയാണ്. അവൻ അവിടെ നിന്ന് എല്ലാ കാര്യം ചെയ്യും. 666 അവൻ കൊണ്ടുപോകുക. ലോകം സ്ഥാപിച്ചിരിക്കുക. ഇതെല്ലാം ദൈവം ഒരുക്കുകയാണ്. ഭരണാധികാരികൾ ഇന്ന് ഇന്ത്യയിൽ ഭരിക്കുന്ന ആൾക്കാരെ ആരാ കയറ്റിവിട്ടത്? നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും, ഈ പാർട്ടി വരരുത്, അല്ലേ? കേരളത്തിൽ ഭർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യമില്ല. അവർ തീരുമാനിച്ചിട്ടുണ്ട് ആര് കയറണം, എന്തൊക്കെയാണെന്ന്. നമ്മൾക്ക് അവർക്ക് കീഴ്പ്പെട്ടില്ലേ മതിയാകത്തുള്ളൂ. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ വിട്ടുപോകും, നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ. അപ്പോ അടുത്തത് 5 വിശ്വാസികളുടെ ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. റോമർ 14-ാം അധ്യായം 1 മുതൽ 12 വായിക്കുമ്പോൾ വിശ്വാസി, നമ്മുടെ കൂടെയുള്ള വിശ്വാസികളെ വിധിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും വലിയ കാര്യമായ കാര്യമല്ല. വിട്ടുപോ ഒരു ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു വാക്യത്തോട് ചേർന്ന് വരുന്ന കാര്യമായതുകൊണ്ടാണ്. ബലഹീനായവരെ ചേർത്തുകൊള്ളുകയും മറ്റൊരു ദാസനെ വിധിപ്പാൻ നീ ആര്? ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരികയാണ്. നമ്മുടെ ഹൃദയ മനസ്സ് രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവരാജ്യം വരത്തില്ല നമ്മുടെ അകത്തേക്ക്, അല്ലേ? നമ്മൾ ദേശത്തിലെ അധിപതികളെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിന് പുറത്തായ കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ദൈവരാജ്യത്തോട് ബന്ധം നിൽക്കുക. ഇനി 1-2 കാര്യം ചേർത്ത് വെച്ച് പറയുക. നമ്മുടെ അകത്ത് ഇവിടെ പറയുക, തിന്നുന്നവൻ 2 വാക്യം, ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു, ബലഹീനോ സസ്ത്രാദികളെ തിന്നുന്നു. ആണോ ഇല്ലയോ? ദാനിയേൽ ഈ ഇത്രയുള്ള ഒരു എന്ത് ചെടിയല്ലേ, ഏതോ ചെടിയിലെ 4-5 ഇലയായിട്ടാണ് പുള്ളിക്കാരൻ വെളിയിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ ഇല. ഞാൻ പറഞ്ഞ വെജിറ്റേറിയന്റെ കാര്യമാണ്. അവിടെ തിന്നും കുടിച്ചും പോത്തിനെയും ഇലക്കെ കഴിച്ചിരിക്കുന്ന ആൾക്കാര് അതിനേക്കാൾ ഓലസും ജയസ്വ ഈ പച്ചക്കറി കഴിക്കുന്ന ചെറുപ്പക്കാരുള്ളവർക്ക്. അപ്പൊ എന്തുവാ നമ്മ പറയും, ഇവനൊന്നും വെളിപ്പാടില്ലാത്തവൻ, ഇവനൊക്കെ എന്തിനു കൊള്ളാം, ദൈവം നമുക്ക് തന്നിരിക്കുന്നത് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുന്ന ആവശ്യമില്ല. ഇതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. എന്ത് തെന്നി എന്ത് കുടിക്കുമെന്നുള്ളതല്ല. ഇവിടുത്തെ കർത്താവിനെ അനുഗ്രഹിക്കപ്പെടുന്നത് വീട് കിട്ടിയതുകൊണ്ടോ കാറ് കിട്ടിയതുകൊണ്ടോ അൽബം ചെയ്യുന്നതുകൊണ്ടോ ഒന്നും അല്ലെന്നേ. അത് കിട്ടിയാൽ നരകത്തിപ്പോകാം. ഞാൻ പിന്നെ എടുക്കും. ഇന്നത്തെ ഈ കാണുന്ന അഭിഷേകത്തെ കുറിച്ച് എല്ലാവരും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അഭിഷേകം വേണം, നല്ല കാര്യമാണ്. പക്ഷേ അഭിഷേകത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന അപകടതയുണ്ട്. എന്നെയും നിങ്ങളെയും നരകത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അപകട.
He was anointed കെരൂബായി എന്ന് പറഞ്ഞ വാക്ക്, anointed കെരൂബ്. അവൻ anointed കെരൂബായിരുന്നു. ആരാ? വീണുപോയവൻ. അവൻ ദേ കിടക്കുന്ന ആളെ. അതുകൊണ്ട് ഭയാനകത ഏതൊക്കെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ താഴെ വീണുപോകും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് പറയട്ടെ, ഇനി താഴേക്ക് പറഞ്ഞു വരുന്നത്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എല്ലാത്തിനും വിധിക്കാൻ നിൽക്കേണ്ട. ബലഹീനായ ആൾക്കാർ ബലഹീനമായി ചെയ്തോട്ടെ. അവർക്ക് ഒരുപക്ഷെ ഇവിടെ പറയുന്നുണ്ട്, 5-ാം വാക്യം പറയുക, ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു. അവൻ ബലഹീനായി ചെയ്യട്ടെ, സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അവർ വിധിക്കാൻ പോയാൽ ദൈവരാജ്യത്തിൽ നാം പുറത്തു പോകും. ഇതൊക്കെ ഈ ദിവസം നോക്കുന്നതോ എന്ന് പറഞ്ഞ് ഇനി രാവിലെ 9 മണിക്ക് കഴിഞ്ഞിട്ട് രാഹുവാലം കഴിഞ്ഞിട്ട് അത് എഴുതാൻ നിൽക്കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ച ക്ലാസ് ഓർത്താൽ മതിയില്ലേ, രാഹുവാലത്തിന് മുമ്പ് ഒന്നും നോക്കണ്ട, അതല്ലേ പറഞ്ഞത്. ഇവിടെ പറയുന്നത് ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു അല്ലേ. നമുക്കൊക്കെ മിക്കവാറും എല്ലാ സഭകളിലും വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ. ഇതാണെന്നറിയാമോ നിങ്ങൾക്ക്? വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ. കാരണം വെള്ളിയാഴ്ച പ്രേതങ്ങൾ ഇറങ്ങുന്ന ദിവസം. പണ്ട് ഞങ്ങള് ഹിന്ദുമതത്തിലായിരുന്നപ്പോഴേക്ക് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വലിയ കറക്റ്റായിട്ട് അറിയാം, പുള്ളിക്ക് നല്ലോണം അറിയാം. അതൊന്നും ആകട്ടെ വിട്ടുപോകുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു ചിലർ അല്ലെ, വേറൊരു ചിലർ എല്ലാ ദിവസങ്ങളും മാനിക്കുന്നു. വെള്ളിയില്ല, ചൊവ്വയില്ല, ഒക്കെ എല്ലാം കിടക്കുക. കർത്താവിന് പറയുക 6-ാമത്തെ വാക്യം, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനെ ആദരിക്കുന്നു. പക്ഷെ സത്യം മനസ്സിലാക്കണമേ, അവൻ അത് വേറെ കാര്യം, അവൻ ബലഹീനായതുകൊണ്ടാണ്. എന്ന് ശിശുവായിരിക്കാനാണ് കർത്താവ് വിളിക്കുന്നത്, പക്വത പ്രാപിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് മറന്നു പോകരുത്, ഇത് കുഞ്ഞിനെ കുറിച്ച് പറയാ, ശിശുവിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അത് പറയാ, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. അടുത്തത്, തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും എന്ന് പറഞ്ഞു വരികയാണ്. ഇത് എന്ത് കഴിച്ചാൽ ഇപ്പൊ പന്നി കഴിച്ചാലേ പോവാല്ലോ, പോർക്ക് പന്നി പറഞ്ഞ പിന്നെ അത് പറയും. പോർക്ക് കഴിച്ചാൽ എന്ത് കഴിച്ചാൽ ഇവിടെ പ്രശ്നമില്ല, വയറിന് പിടിക്കുന്നു മാത്രം നോക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് കർത്താവ് പറയുക, ഈ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് എടുത്തെടുത്ത് വെച്ചിട്ട് കർത്താവ് പറയുക, 10-ാം വാക്യം പറയുന്നു, നീ സഹോദരനെ വിധിക്കുന്നത് അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ്, ഒരു മനുഷ്യനെ കുറിച്ച്, നമ്മുടെ വിശ്വാസത്തെ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അല്ലേ. എന്നിട്ടാണ് ഈ 14-ാം അധ്യായം 13 മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ, നിങ്ങളാരും അന്യോന്യം വിധിക്കരുത്, സഹോദരൻ ഇടർച്ച വരുത്തരുത് അല്ലേ. എന്തിനു വേണ്ടിയാ? ഭൗതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ ഇടർച്ച ഉണ്ടാക്കരുത്. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരൻ വ്യസനിപ്പിക്കരുത് അല്ലേ. നിന്റെ സ്നേഹപ്രകാരം നടക്കുന്നില്ല, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് എന്നൊക്കെ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് വാക്യം പറയുക. വാക്യം 17, ദൈവരാജ്യം വായിച്ചേ. എന്നിട്ട് കർത്താവ് പറയാം, ഈ കാര്യം മൊത്തം പറഞ്ഞിട്ട് നമുക്ക് പറയാം, ദൈവരാജ്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഹല്ലേലൂയ. ഈ പുറമെ നടക്കുന്ന എന്ത് തിന്നും എന്ത് കുടിക്കും അല്ലെ, ഇതൊന്നും അല്ല ദൈവരാജ്യം. എന്ത് പച്ചക്കറി കഴിക്കുന്നു, ചിലര് മീറ്റ് ഇറച്ചി കഴിക്കുന്നു, ചില ദിവസങ്ങൾക്ക് പ്രാർത്ഥിക്കാന്ന് പറയും, ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കത്തില്ല. ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം സ്പിരിച്വൽ റിലമാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമോ പാനീയോ ഒന്നും അല്ലെന്ന്, ഭൗതിക കാര്യങ്ങളല്ലെന്ന്. പല കാര്യങ്ങളും പറഞ്ഞു വരിക നമ്മുടെ സഭയെ കുറവുണ്ടല്ലോ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും സന്തോഷവും അത്രേ. ഏതാത്? ഇതെവിടെയാ സംഭവിക്കുന്നത്? ഞാൻ വാക്യം മാത്രം എടുക്കുക. ദൈവരാജ്യം എന്താ? നീതിയുണ്ട്, അത് പിന്നീട് പഠിക്കും. സമാധാനമുണ്ട്, അതും പിന്നീട് പഠിക്കും. പരിശുദ്ധാത്മാവിൽ സന്തോഷവും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞ നീതി വിട്ടേക്ക്, സമാധാനവും സന്തോഷവും ആത്മാവിന്റെ 5:22 ഫലമാണ്. ആത്മാവിന്റെ ഫലമാണേത്? ഈ സമാധാനം. നീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നീതി എന്താ? നമുക്ക് ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. കൊടുത്ത 1:30 പറയുന്നു, അവൻ നമുക്ക് നീതിയായി മാറിയിരിക്കുന്നു. അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും. കാരണം ഒട്ടനവധി നീതിയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, എന്റെ അകത്തുള്ള നീതി, എന്റെ പൂർവ്വമായി കാണിച്ചു തന്ന, എന്റെ അച്ഛൻ കാണിച്ചു തന്ന ഒരു നീതിയുണ്ട്. മോനെ ആരുടെയും ഒന്നും എടുക്കരുത്, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക അല്ലേ, കാരണന്മാര് പറഞ്ഞത് അല്ലേ, അത് നീതിയാ. 2, കർത്താവ് നമുക്ക് കാൽവരി ക്രൂശിൽ ദൈവമായി നമ്മെ നിരപ്പിച്ചൊരു നീതിയുണ്ട്. ഓക്കെ,
പക്ഷേ മൂന്നാമത് വേറെ നീതിയുണ്ട്, അത് മറന്നു പോകരുത്. അത് റോമർ 8:3-4 വാക്യങ്ങൾ. ന്യായപ്രമാണത്തിൽ മറഞ്ഞു കിടക്കുന്ന നീതിയുണ്ട്. ഒന്നും മിണ്ടുന്നില്ല നിങ്ങള്. നമ്മൾ ഏതെങ്കിലും കർത്താവെന്ന് ഞാനിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ, അത് നീതി തന്നെയാണ്. പക്ഷേ നമ്മളെ സ്വർഗീയനാക്കി മാറ്റുവാൻ ന്യായപ്രമാണം എന്ന് പറയുന്ന വചനത്തിലകത്ത് മറഞ്ഞു കിടക്കുന്ന നീതിയുണ്ട്. അതറിയാതെ നമുക്ക് ഭരിക്കാൻ കഴിയും. ആ നീതിയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമല്ലേ ഒരു രാജ്യത്തിൽ ഭരണം നടത്താൻ കഴിയത്തുള്ളൂ. ഈ കളക്ടറാകണമെങ്കിൽ ഒരു നീതിയെക്കുറിച്ച് ഗവാൻഡർ പഠിക്കണ്ടേ? ദൈവരാജ്യത്തിനകത്ത് ഞാൻ ഭരിക്കണമെങ്കിൽ എനിക്ക് നിയമം അറിയണ്ടേ, ഒരു നീതി അറിയണ്ടേ? ഞാൻ കർത്താവ് എന്നെ നീതീകരിച്ചു എന്ന് പറഞ്ഞ് നീതിമാനായെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ശരിയാവോ? അത് ഒന്നാം വഴി മാത്രമാണ്. ഇനി നമ്മൾ ന്യായപ്രമാണത്തിൽ മറഞ്ഞു കിടക്കുന്ന നീതിയെ പ്രാപിക്കണം. നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? അത് പ്രാപിക്കുമ്പോണ്ടല്ലോ നമ്മുടെ നീതിയൊക്കെ പുറത്തു പോകും. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്നും എടുക്കാൻ പാടില്ല, അത് അപ്പന്റെ നീതിയാണ്. അതൊക്കെ അതെല്ലാം അകത്തുനിന്ന് പോകണമെങ്കിലുണ്ടല്ലോ ഈ അകത്തേക്ക് ന്യായപ്രമാണത്തെ നീതി വെളിപ്പെട്ട് വരണം. മനസ്സിലായവർക്ക് സ്തോത്രം. വിട്ടു പോകുന്നത് അത് പറയാ, ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമൊന്നും അല്ല, പുറമേയുള്ള ഒരു പാട്ടും കൂത്തും ആട്ടും തിന്നും കുടിക്കും ഒന്നുമല്ല ദൈവരാജ്യം. അകത്ത് എന്തൊക്കെയാ? നീതിയും. അത് ദൈവരാജ്യത്തിനകത്ത് നീതിയാ. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് ആദ്യം രാജ്യനീതിയും, ആ നീതിയിൽ ലോ ആൻഡ് ഓർഡർ, ദൈവരാജ്യത്തിലെ നിയമങ്ങൾ. ഇന്ത്യയിലെ ഡോക്ടർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ നിയമം മനസ്സിലാവുന്നുണ്ടോ? അത് പ്രകാരം മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയട്ടെ. അപ്പൊ അതുകൊണ്ട് നീതിയും സമാധാനം ദൈവത്തോടുള്ള നമ്മുടെ ആ ശത്രുതയില്ലാത്ത ജീവിതമാണ്. അപ്പോൾ തന്നെ ആത്മാവ് നമുക്ക് പകർന്നു തരുന്ന ഒരു ദൈവിക സ്വഭാവം കൂടിയാണത്. 2, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, അല്ലേ? എന്നിട്ടാ പറയുന്നത്. ഇത്ര കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, വിട്ടുപോയി, ഞാൻ വേഗത്തിൽ വിട്ടുവിട്ടേക്കാം. ഓക്കെ, മാർക്കോസ് നമുക്കറിയാം ഈ കൊറിന്ത്യലേഖനത്തിലൊക്കെ 8:8 പറയുന്നുണ്ട്, അവരുടെ മനസ്സാക്ഷി ബലഹീനമായാൽ മരണമായിത്തീരുന്നു, അവർ ആഹാരം നമ്മെ ദൈവത്തോട് ഈ ലോകത്തിൽ ഒന്നും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. ഈ ലോകത്ത് നമ്മൾ എന്ത് കഴിച്ചാലും ഒന്നും ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. രണ്ടാമത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ന്യായം, കരുണ, വിശ്വസ്തത, ഇങ്ങനെയുള്ള ന്യായപ്രമാണത്തിൽ ഘനമേറി കിടക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ വിട്ടുപോകുന്നത് നമ്മുടെ ആവശ്യമില്ല അത്രയും. അത് മാർക്കോസ് 7:14 പറയുക, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല, അവന്റെ അകത്തുനിന്ന് പുറപ്പെടുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നോക്കിയേ, ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ പുറമേ നിന്ന് അകത്തേക്ക് എന്തെങ്കിലും കഴിച്ച് അയ്യോ മല്ലപ്പെട്ടു പോയി, ഞാൻ എന്താ പറയാ കൂടത്വം ചെയ്തെന്ന അത് കഴിച്ചുപോയി പറയാറുണ്ട് നമ്മളൊക്കെ. നിങ്ങളുടെ ആത്മീയ ബലഹീനം പ്രാപിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമാകാതെ മാറും നിങ്ങൾക്ക്. അപ്പൊ എന്തുമാകട്ടെ, അപ്പൊ ഇതൊന്നും ഈ ഭൗതിക കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ നമ്മുടെ അകത്ത് ആ രാജ്യം, ആ പരിശുദ്ധാത്മാ നീതിയും സമാധാനവും സന്തോഷവും അകത്തില്ലെങ്കിൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് എന്താണെന്നറിയാമോ? കയ്പ്, പക, ഭിന്നത, വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് കർത്താവ് നമുക്കറിയാം, ഞാൻ വിട്ടുപോകുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് പറഞ്ഞു വന്നിട്ട് കർത്താവ് നമ്മൾ പറയും, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. ഏതില? ദൈവരാജ്യത്തിൽ. നാം എവിടെയാ വീണ്ടും ജനിച്ചത്? നാം ന്യൂ ലൈഫിലല്ല വീണ്ടും ജനിച്ചത്. പറയും നമ്മള്, ഞാൻ ന്യൂ ലൈഫിലാണ് വീണ്ടും ജനിച്ചത്. അത് കുഴപ്പമില്ല, ഒരു കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ പറയാൻ കുഴപ്പമൊന്നുമില്ല, അല്ലേ? അത് അത്രയ്ക്കേ ഉള്ളത്. ന്യൂ ലൈഫിൽ ജനിച്ചു, ശരി തന്നെയാ. ചെറിയൊരു ഒരു കുഞ്ഞു പറയുന്ന പോലെ വാക്കേ ഉള്ളൂ. നാം ജനിച്ചത് ദൈവരാജ്യത്തിനകത്താണ്. ഹല്ലേലൂയ. ദൈവം രാജാവായി വാഴുന്ന, ദൈവനീതി പരിലസിക്കുന്ന, ആ മനോഹരമായ രാജ്യത്തിനകത്ത ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. ഏതിലാ? ഞാൻ എവിടെ ജനിച്ചോ അവിടെ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി തീരും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നാം ഇവിടെ ന്യൂ ലൈഫിൽ ജനിച്ച് ന്യൂ ലൈഫിൽ വളർന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ ഒരു മനുഷ്യനും കൊള്ളത്തില്ല. ജയ് വിളിക്കാനും കൊടി പിടിക്കാനും ഒന്നുമില്ല. പാവങ്ങളല്ലേ എല്ലായിരിക്കുന്നത്. വാട്സാപ്പിൽ ഫേസ്ബുക്കിലിട്ട് മാറ്റിക്കാനും ഒന്നും വേണ്ടുന്നില്ല. നിങ്ങൾ
അത് ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. ഇതിനകത്ത് ജനിച്ചു വളർന്നുകൊണ്ട പ്രശ്നം. നാം ജനിച്ചത് ദൈവരാജ്യത്തിനകത്താണ്. അവിടെ അതിൽ ക്രിസ്തുവിനെ സേവിക്കണം. അതിൽ സേവിക്കണം എന്താണെന്നറിയാമോ? ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ദൈവത്തിന് മാത്രമല്ല, സകല മനുഷ്യർക്കും. നേരത്തെ വായിച്ചില്ലേ, എനിക്ക് എന്നിൽ തന്നെ പ്രസാദമായിരിക്കും. തൊട്ടുപോലും ഭരണാധികാരികൾക്ക്, വായിച്ച ബാക്കി മൊത്തം വരുന്നത് കാണോ? മൊത്തം പറഞ്ഞു വരുന്നത് ഭരണാധികാരികൾക്ക് അല്ലേ? പിന്നെ എന്തൊക്കെയാ? സമൂഹത്തുള്ള ബന്ധത്തിൽ, വിശ്വാസികളുള്ള ബന്ധത്തിൽ എല്ലാം നമുക്ക് എന്താ കൊള്ളാവുന്നവനായി തീർന്നിരിക്കും നമ്മൾ. ഇത് പറഞ്ഞത് വന്ന് മനസ്സിലാകുന്നുണ്ടോ? പല കാര്യങ്ങൾ എനിക്ക് എന്നിൽ തന്നെ കൊള്ളാവുന്നവനായി തീരണം. രണ്ട്, സമൂഹത്തോളം ബന്ധത്തിൽ ഞാൻ കൊള്ളാവുന്നവനായി തീരണം. അവിടെ പോയിട്ട് ഓട്ടോറിക്ഷ കയറി ഞാൻ ന്യൂലൈഫിന്റെ വാതിക്ക് ഇറക്കി വിട്, ഞങ്ങൾക്ക് ആരാധനയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇറക്കി വിട്ടിട്ട് ഓട്ടോറിക്ഷക്കാരൻ 100 രൂപ ചോദിച്ചാൽ പറയും ഇല്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ 90 രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ആ 10 രൂപ വേണ്ടി കടിപിടിക്കുന്ന. അപ്പോ അവിടെ സമൂഹത്തിൽ കൊള്ളാവുന്നവനല്ല, കൊള്ളരുതാത്തവനായി മാറുകയാണ് സമൂഹത്തിൽ. അതും 10 രൂപക്ക് വേണ്ടി. ഇവർ തിന്നിയാ കുടിക്കുന്ന അല്ല പ്രശ്നം. കഴിഞ്ഞാഴ്ച മോളില് ചെറുപയറ് കറി ഉണ്ടാക്കി, താഴെ ചെറുപയറ് താഴെ മോളി കൊടുത്തു. മോളി വന്നപ്പോ ചെറുപയറ് കറിക്ക് മാറ്റാം, കഴുത്തിൽ കറുത്തിരിക്കുന്നത്. അപ്പൊ വാചകം പറഞ്ഞു, ഞാൻ ഇത്തിരി കൂടെ മുളക് ചേർത്ത് കൊല്ലമുളക് കൊത്തുമുളക് ഇടിച്ച മുളക് ചേർത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞു അല്ലേ? സത്യത്തിൽ കരിഞ്ഞു പോയിട്ട് പഠിച്ചു ചേർത്തിട്ട് ഉണ്ടാക്കിയതാ. പക്ഷെ അതും അത് കൊടി പിടിച്ചുകൊണ്ട് ഇന്നലെ വരെ മിഞ്ഞാതെ വരെ കൊടിയായിരുന്നു അതിനെ കുറിച്ച്. ഇവിടെ 11:30-12 മണി വരെ ഇതിനകത്ത് ക്രൂശിക്കുകയായിരുന്നു. എന്നിട്ട് ഇതിനകത്ത് ക്രൂശിക്കുകയായിരുന്നു. എന്നെ മാത്രമല്ല സഹോദരങ്ങളെ, പലരെയും ഇതിനകത്ത് ക്രൂശിച്ചു. കാരണം ഏഴ് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്, കരിഞ്ഞുപോയ സാധനം കളയാതിരിക്കുവാൻ ഇത്തിരി മയപ്പെടുത്തിക്ക് ഉണ്ടാക്കിയത് വായിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു, ഇനി അങ്ങനെ കരിഞ്ഞ കളഞ്ഞേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ തിന്നിയ കുടിക്കുന്ന ഒന്നും അല്ലെന്നേ വിഷയം. ഇത് ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇത് ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവൻ തിന്നുക, കുടിക്കുക, ഇതാണ് ഭക്ഷണവും പാനീയവുമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇതുപോലെ കൊടികൾ പിടിക്കും നമ്മൾ. എന്നാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും ഒന്നും അല്ല. ഇനി കിട്ടിയില്ലേ സ്തോത്രം, കിട്ടിയോ സ്തോത്രം, അവന് ഒന്നുമില്ലെന്നേ. ചില കുട്ടികളെ പോലെ സൺഡേ സ്കൂളിലെ ടീച്ചറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേർക്ക് കൊടുക്കുമ്പോൾ ഒരേ സൈസിലുള്ള ഈ കുഞ്ഞുങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ കേക്ക് പീസ് കൊടുക്കുക. ഒരുത്തം മേടിക്കുമ്പോൾ അവന്റെ കണ്ണ് ഇങ്ങനെ പോകത്തുള്ളൂ, അവന് വലുതാണോ അവന്റെ കയ്യിലേക്ക് നോക്കത്തുള്ളൂ. കൈ കിട്ടിയത് അവന്, പക്ഷെ അവന്റെ കണ്ണ് അപ്പുറത്തെ മറ്റു കുഞ്ഞുങ്ങളുടെ ഇതിലേക്കാ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? കാരണം ഈ ഭക്ഷണവും പാനീയവും ഒന്നും അല്ല പ്രശ്നം. നമ്മളിന്ന് അതല്ലേ, എനിക്ക് മിനിസ്ട്രി ഒന്നുമില്ല, എനിക്ക് മൈക്ക് തന്നില്ല. നമ്മുടെ വിഷയം ഈ ഭൗതികമാണ്. ഇപ്പോഴും എന്നോട് പരിഭവമുണ്ടല്ലേ, സത്യം പറയേ, ഇതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമുള്ള ഒരു ആത്മീയ ജീവിതം ഗ്രഹിച്ചോ? ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ കൊടി പിടിക്കും. കൊടി പിടിക്കും നമ്മൾ സഭയെ തകർക്കും. ഞാൻ പറഞ്ഞ സത്യമാണേ. കുഞ്ഞുങ്ങൾ നോക്ക്, നിങ്ങൾ ഈ അടുത്ത സൺഡേ നിങ്ങൾ സൺഡേ സ്കൂളിൽ വാ, എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർ സ്നാക്സ് കൊടുക്കുമ്പോൾ ഒരു കേക്കിന്റെ പീസ് കൊടുത്താൽ അവൻ മേടിക്കുമ്പോൾ മറ്റുള്ളവന്റെ കയ്യിലെ സൈസാ നോക്കുന്നത്. എന്നിട്ട് മനസ്സിലാന്നൊക്കെ പറഞ്ഞു കളയും. ഇതുപോലെ നമുക്കിതാ ഒരു പയറ് കരിഞ്ഞു പോയി അല്ലേ? ഇത്രയേ ഉള്ളൂ നമ്മൾ കാണുന്ന ദൈവരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ അടുക്കൽ പോലും എത്തിയിട്ടില്ല. അടുക്കൽ പോലും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുന്നവരാണോ ഈ പറഞ്ഞ നീതിയും സമാധാനവും സന്തോഷം എന്തുമായിട്ട് അതാളുമായി പിന്നീട് പഠിക്കും. ഈ 3 കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ അല്ലേ, ആത്മാവിന്റെ ഫലങ്ങൾ അത് വെളിപ്പെട്ടാലുണ്ടല്ലോ, അവന് കിട്ടിയാലും കിട്ടിയിലും കുഴപ്പമില്ല. കഞ്ഞി വിളമ്പുമ്പോ അല്ലേ, തിരിഞ്ഞു എനിക്ക് വിളമ്പ്, മറ്റുള്ളവർക്ക് നിവർന്ന് വിളമ്പെന്ന് പറയത്തില്ല. എല്ലാത്തിനും സ്തോത്രം പറയും. കാരണം അവനിതൊന്നും അല്ല കാര്യം. അവൻ ഒന്നേയുള്ളൂ, എന്നിൽ നിന്ന് ആ ആത്മീയത പുറത്തു വരുന്നുണ്ടോ? ഹല്ലേലൂയ. ഇല്ല, അതുകൊണ്ട് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. എന്നാലും ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ സംഭവിച്ചത് പറയുവാൻ നമുക്ക് ഒത്തിരി ഒരു ബലം കിട്ടി നമുക്ക്. ഹല്ലേലൂയ. അപ്പൊ അതെന്തുമാകട്ടെ, നീതി, സമാധാനം, പരിശുദ്ധമായ സന്തോഷം, ഇതൊരു ആത്മീയ സത്യങ്ങളാണ് അല്ലേ?
നമ്മൾ സമാധാനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ യെശയ്യാ പ്രവാചകൻ പറയുന്നു, യിരെമ്യാവ് പറയുന്നു, അവർ മുഴുവൻ ചീഞ്ഞ് നാറിക്കിടക്കുമ്പോൾ സമാധാനം കർത്താവ് നിന്നെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പൊതിയുന്ന പരിപാടിയല്ല ഇത്. പഴയ നിയമത്തിൽ പഠിച്ചാൽ എന്താ ന്യായപ്രമാണം എന്താ? പഴയ നിയമത്തില് ഒരുത്തൻ പാപം ചെയ്താൽ അത് പ്രമാണത്തെ കാഠിന്യമനുസരിച്ച് ആടുകളെയോ ആട്ടുകൊറ്റന്മാരെയോ കാളക്കിടാങ്ങളെയോ കുറുപ്രാക്കളെയോ യാഗമർപ്പിക്കും. ഇതാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ മുറിവ് സംഭവിച്ചാൽ നമ്മൾ കെട്ടും അല്ലെ? ന്യായപ്രമാണമാണ് പൊളി. അകത്തെന്ത് കിടക്കുകയാണ്? ഒരു വ്യഭിചാരം ചെയ്തു, അകത്തെന്ത് കിടക്കുകയാണ്? സാധനം കിടക്കുക. ഒരു മണിയും ഒരു കാളയെ പിടിച്ചുകൊണ്ടിട്ട് ആർക്കും മറ്റേ പുരോഗമനം പറയും, ഓക്കെ നീ റെഡിയായ പൊക്കോളാൻ പറയും. അകത്തെന്ത് സാധനം കിടക്കുക? നിങ്ങൾ ഇവിടെ ഉണ്ടോ? പാപത്തിന് ആത്മാവ് പാപം കിടക്കുക, പക്ഷെ പുറമേ വെള്ള കൊണ്ടങ്ങൾ പൊതിയുക. സമാധാനം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അനേകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവരാജ്യം അതല്ല. ആ പഴുപ്പ് കിടക്കുമ്പോൾ, ആ രോഗം കിടക്കുമ്പോൾ, ചീഞ്ഞാറിയ ആ ദുഷിപ്പ് കിടക്കുമ്പോൾ അകത്ത് ആന്റിബയോട്ടിക് ഗുളിക കഴിച്ച് അകം മുതൽ ഹീൽ ചെയ്യുകയാണ്. പൊതിയുന്ന പരിപാടിയല്ലേ ദൈവരാജ്യം. കർത്താവ് നിന്നെ സഹായിക്കും, പേടിക്കണ്ട മോനെ പേടിക്കണ്ട, കർത്താവ് നിനക്ക് ഉദ്ധാരം തരും അല്ലെ, കർത്താവ് നിന്നെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പൊതിയാണ് നമ്മളൊക്കെ. നീ മര്യാദക്ക് ജീവിച്ചില്ലെങ്കിൽ, ദൈവനീതിക്കൊത്തോളം ജീവിച്ചില്ലെങ്കിൽ സംഭവിച്ചെന്ന് പറയാൻ നമുക്ക് മനസ്സില്ല. ലോമോഹൻ കള ജഡയിച്ചത് മാറ്റ്, നീ തിരിച്ചു വാ ദൈവത്തിലേക്ക് പറയാൻ എന്തേ നമുക്ക് പറയുന്നില്ല. നമ്മൾ ഈ പൊതിയുന്ന പരിപാടിയാണ്. ആണോ ഇല്ലയോ? യെസ്, അതെന്തുമാകട്ടെ. അതുകൊണ്ട് എന്നിട്ട് പറയുക, അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ, ഏതില? ദൈവരാജ്യത്തിനകത്ത്. അങ്ങനെ സേവിക്കുന്നവൻ, അങ്ങനെ മിനിസ്റ്റർ ചെയ്യുന്നവൻ, അങ്ങനെ കർത്താവിന് വേണ്ടി പ്രസാദിപ്പിക്കുന്നവൻ, അങ്ങനെ കർത്താവിന് വേണ്ടി ചെയ്യുന്നവൻ, ഒരു കാര്യം പറയാം, അവൻ ദൈവത്തിന് പ്രസാദമുള്ളവനായിരിക്കും. കർത്താവ് പറയും, ഇവന്റെ പ്രിയ മകനെന്ന് പറയുവാൻ എന്റെ കർത്താവ് ലജ്ജിക്കത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഈ ആൾക്കാർ നമ്മെ ഒന്ന് പുകഴ്ത്തുമ്പോൾ ഒരു കോരിത്തിരിപ്പൊക്കെ നമുക്ക് അല്ലെ, എന്താ പറയുക, ഒരു കുഴിയൊക്കെ കോരും നമുക്ക്. പക്ഷെ കർത്താവ് എന്നെ കുറിച്ച്, നീ എന്റെ പ്രിയ മകൻ എന്ന് പറയുന്നുണ്ടോ? ചെവി കൊണ്ട് റോബർട്ടിന്റെ പഴയാളെ പേര് തന്നോക്കിയത്. ആത്മാവ് പറയുന്നു, നീ എന്റെ മകനെന്ന് ആ സ്വരം കേൾക്കുന്നുണ്ടോ? മറ്റേക്ക് വെറുതെ ഭൗതികമാണേ ഈ കോഴിത്തെരിപ്പും ഇതൊക്കെ സുഖമൊക്കെ അത്രയേ ഉള്ളൂ. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അതല്ല. ആ ദൈവത്തിലെ രാജ്യത്തിലെ ഗവൺമെന്റ് അകത്ത്, ആ ദൈവ കുടുംബത്തിനകത്ത് ജീവിക്കുമ്പോൾ, ജീവിച്ച് വളരുമ്പോൾ നമ്മൾ ദൈവത്തിന് പ്രസാദകരമായ ജീവൻ നയിക്കും. രണ്ട്, ഇല്ലെങ്കിൽ പണിയും, ഇല്ലെങ്കിൽ ഈ ഗലാത്യലേഖനം 1-ാം അധ്യായം പഠിപ്പിക്കുന്ന പോലെ മനുഷ്യന് മുമ്പിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായി തീരും. ഒരു വലിയ ഡേഞ്ചർ അത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരായിത്തീരും. രണ്ടാമത് എന്താ അറിയാം? ദൈവത്തിന് മാത്രമല്ല മനുഷ്യർക്കും കൊള്ളാവുന്നവനായിത്തീരും. വേണ്ടേ നമുക്ക്? അങ്ങനെ ജീവിതം വേണ്ടേ നമുക്ക്? വേണോ? പറയൂ. അതല്ലേ യഥാർത്ഥമായ ജീവിതം? ഇന്ന് നമ്മൾ എന്തെങ്കിലും വന്ന് കാണിച്ചു കൂട്ടി പോയാൽ ദൈവം അറിയുന്നത് പോലുമില്ല. ഇവിടുത്തെ ഭൂതങ്ങളെ പുറത്താക്കിയാലും പ്രവചിച്ചാലും വീര്യപ്രവൃത്തിയാലും കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. നമ്മൾ ചെയ്യുന്നത് അവൻ അറിയണ്ടേ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ ദിവസവും അവൻ അറിയണ്ടേ? ഓരോ ദിവസവും നമ്മൾ കർത്താവിനെ സേവിക്കുന്നതും ആരാധിക്കുന്നതും അവൻ അറിയണ്ടേ? നമ്മളകത്ത് ആത്മാവ് പറയുന്നത് കേൾക്കേണ്ടത് നമുക്ക് അല്ലേ? അതിനുവേണ്ടി നമ്മൾ യഥാർത്ഥമായ ഫലം കായ്ക്കണമെങ്കിൽ ശ്രദ്ധിച്ച്, നാം അതിൽ ദൈവരാജ്യത്തിനകത്ത് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദകരമായി തീരത്തുള്ളൂ. ഇന്ന് ഒരു സഹോദരൻ വരുമ്പോ കണ്ടിട്ടുള്ള ഇതിലെ പോയിക്കൊള്ളാൻ പറയും നമ്മള് അല്ലെ. ചില ആൾക്കാരൊക്കെ വരുമ്പോഴേ നമുക്കറിയാലോ, നമ്മളൊക്കെ വലിയ പുള്ളികളല്ലേ അല്ലേ, നമുക്കറിയാം. ഓട്ടോ പറയുമ്പോ തന്നെ പറയും, അയ്യോ വിട്ടോണം, ആവടി പോയിക്കൊള്ളാൻ പറയും ഇല്ലേ. നമ്മൾ ഓടിക്കളയുക. ഇവിടെ അതല്ല പറയുന്നത്, മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാവുന്നവനായി തീരുന്ന ഒരു ജീവിതം. ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ ഒന്നോടി വരാൻ കൊതിക്കുന്ന, നമ്മുടെ സാന്നിധ്യം അനുഭവിക്കാൻ കൊതിക്കുന്ന, നമ്മുടെ വാക്കുകൾ പ്രൈസിലോട് പറയുവാൻ കൊതിക്കുന്ന ഒരു സമൂഹം, ഒരു ജാതിയായി മാറുവാൻ ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുക. അതിന് ഏക മാർഗം, എവിടെ ജനിച്ചോ അവിടെ ജീവിക്കുക. എവിടെയാ ജനിച്ചത്? ന്യൂ ലൈഫിലല്ല, IPCO ചർച്ചകോടിലല്ല. നാം ജനിച്ചത് എവിടെയാ? ദൈവരാജ്യത്തിനകത്ത്.
ഹല്ലേലൂയ. അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സമൂഹത്തോടുള്ള ബന്ധത്തിലും അല്ലെ, ഭരണാധികാരികളുള്ള ബന്ധത്തിലും എന്നോടുള്ള ബന്ധത്തിലൊക്കെ എനിക്ക് ഒരുപാട് പ്രതിബന്ധതകളുണ്ട്. അത് നിവർത്തിക്കണമെങ്കിൽ, ദൈവത്തിന് പ്രസാദകരമായി തീരണമെങ്കിൽ ഞാൻ ദൈവത്തെ സേവിക്കണം, ദൈവത്തെ ആരാധിക്കണം. സന്തോഷമാണല്ലോ. ഹല്ലേലൂയ. എന്തുമാകട്ടെ, ഇത് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അകത്ത് മുഴുവനും പാപമയം കിടക്കുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അല്ലെങ്കിൽ സഭാപ്രസംഗി 7-ാം വാക്യല്ലേ, സഭാപ്രസംഗി 7-ാം വാക്യം പറയുന്നു, ദൈവം മനുഷ്യനെ നേരെയുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങൾ തേടിപ്പോയി. അപ്പോ ഉൽപ്പത്തിയിൽ ദൈവത്തിന് സ്വരൂപത്തിനും സാദൃശ്യത്തിനും, എന്താ സ്വരൂപം? നീതിയും വിശുദ്ധിയും. എഫെസ്യർ 4:23 പറയുന്നു അല്ലേ. എന്താ സാദൃശ്യം? ദൈവം ത്രിയേകനായിരിക്കുന്നത് പോലെ ഞാനും ആത്മാദേഹി ദേഹമുള്ള ഒരു മനുഷ്യനായിരിക്കുന്നു അല്ലെ. അപ്പോൾ ദൈവം സൃഷ്ടിച്ച നമ്മളെ പാപം ചെയ്ത് പുറത്തു പോയപ്പോൾ സാത്താന്റെ, പിശാചിന്റെ സകല ഗുണങ്ങളും ഗുണമല്ലെന്ന് ചെയ്യാൻ പറഞ്ഞത്, അശുദ്ധികളും സ്വഭാവങ്ങളും എന്നിൽ നിക്ഷിപ്തമായി എന്റെ ദേഹിയുടെ ജീവനുള്ള ഭാഗമായ അല്ലെ ആ ഹൃദയത്തിനകത്ത് മലിനതകൾ കൊണ്ട് ഡെപ്പോസിറ്റ് ആക്കി. അങ്ങനെ ജീവിക്കുന്ന, ലോകം കയറിക്കിടക്ക് ജഡത്താൽ ജീവിക്കുന്ന എന്നെ കർത്താവ് വീണ്ടെടുക്കുക ആണോ? എന്നെ വീണ്ടും വെട്ടിച്ചെടുക്കുക, വീണ്ടും ജനിപ്പിക്കുക. പക്ഷേ എനിക്ക് മാറ്റമുണ്ടോ? ആരാ മനുഷ്യനാരാ? ജീവനുള്ള ദേഹി. ഞാൻ ഇന്നും രാവിലെ പ്രസംഗിച്ചതേ ഉള്ളൂ. ഇന്ന് അനേകം വിശ്വസിക്കുന്നത് മനുഷ്യൻ ആത്മാവാകുന്നു എന്ന്. പിശാചിന്റെ ഏറ്റവും വലിയ കാപട്യമാണത്. മനുഷ്യൻ ആത്മാവല്ല, മനുഷ്യന് ആത്മാവുമുണ്ട്, ശരീരമുണ്ട്. മനുഷ്യൻ ജീവനുള്ള ദേഹിയാണ്, സോൾ. അതിനകത്തുകൊണ്ട് പിശാച് അവന്റെ സ്വഭാവത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ അകത്ത് ആ അശുദ്ധി കിടക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ, കൃപാവരമുള്ളവരാ, സഭക്കകത്ത് വരുന്നവരാ, സ്തോത്രമൊക്കെ പറയുക അല്ലെ. ഞായറാഴ്ച വരുമ്പോ സ്തോത്രം പറയും, ബാക്കി എല്ലാ ദിവസവും സൂത്രം കാണിക്കുന്ന എല്ലാ സ്വഭാവവും നമുക്കുണ്ട്. ദൈവം നേരുള്ളവനായി സൃഷ്ടിച്ചു, അവര് അനേക സൂത്രം അല്ലെ, സൺഡേ മാത്രം സ്തോത്രവാക്യ സൂത്രം ചെയ്തു പോയി. ആ ദുസ്വഭാവം കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെ ദൈവത്തെയും മനുഷ്യരെയും സമൂഹത്തെയും നമ്മുടെ സഹോദരന്മാർക്ക് എങ്ങനെ നമുക്ക് പ്രസാദകരമായി ജീവൻ നയിക്കാൻ കഴിയും? എന്നിൽ നിന്ന് പുറപ്പെടുന്നത് വിഷമല്ലേ? ഉൽപ്പത്തിയിൽ ആദത്തെ പാമ്പ് കൊത്തിയോ അല്ലേ? നമ്മളെയും കുത്തി. ചെറുപ്പത്തിൽ എനിക്കൊരു കുത്ത് കിട്ടി തന്നെ, എന്നെ കൊണ്ട് നോക്കിയതാണ്, നടന്നില്ല. അവരിപ്പോഴും ഞാൻ ജീവിക്കുന്നത് ഒരു 5 പ്രാവശ്യം മരണം കണ്ടതാണ് ഞാൻ. 5 പ്രാവശ്യം. എത്ര അപകടങ്ങളിൽ നിന്നും പാമ്പിനൊക്കെ എത്ര രക്ഷപ്പെട്ടു പറയാമോ? നമ്മളെ കുറിച്ചുള്ള വലിയ അവനും അറിയാം. അവൻ നമ്മളെ ബാല്യം മുതലേ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം അറിയാമോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ ഒഴിവാക്കി എന്താ ഇപ്പൊ പറഞ്ഞത്? ഉൽപ്പത്തി പാമ്പ് കൊത്തിയോ? ആവത്തിനെ കൊത്തില്ലേ? അപ്പൊ നിങ്ങൾ ഏത് പുസ്തകം പഠിച്ചത്? പഴയ പാമ്പായ നമ്മൾ മറ്റേ പാമ്പിനെ കുറിച്ചാ. പഴയ പാമ്പ് സാത്താൻ. ദൈവം പറഞ്ഞു, നീ 5 കിങ്ഡത്തുകൾ ഭരിക്കുക, എല്ലാ അനിമൽസൊക്കെ എല്ലാം നിന്റെ കാൽക്കീഴി കിടക്കും. കാൽക്കീഴി കിടക്കേണ്ടവൻ അല്ലേ നേരെ പൊങ്ങി വന്നിട്ട് ഹലോ ഹൗവേ സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഇവള് വിചാരിച്ച അയ്യോ ഒരു പുതിയ കൂട്ടി കിട്ടിയത്, അവിടെ കിടക്കണം. ഞാൻ പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിവർന്ന് സംസാരിക്കാൻ അനവധി അഭിമാനം കൊടുത്തു. ചില ആൾക്കാർ നമുക്ക് ആത്മീയത്തിലുണ്ട്. നീ എവിടെ നിന്ന് സാത്താനെ? നിന്റെ പേരെന്താ? നിന്റെ നാടെവിടെയാ? നീ ഗൾഫിൽ നിന്ന് കൂടിയപ്പോ നിന്റെ കൂടെ ആരൊക്കെ പോകുന്നു? വെറുതെ നമ്മളെ അവസാനം ജഡത്തിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മളെ തനി ജഡികനാക്കി മാറ്റി നീ തിരിച്ച് നമ്മുടെ അകത്തേക്ക് കയറും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൽപ്പത്തിയിൽ ഹൗവയെ കാൽക്കീഴി കിടക്കേണ്ട പാമ്പ് മുഖാമുഖം നിന്ന് സംസാരിക്കാൻ അനുവദിച്ചത് കൊണ്ട് അവളെ കൊത്തുകിട്ടി. പഴയ പാമ്പ് അവയെ സാത്താൻ. ആ കൊത്തിന്റെ വിഷം നമ്മുടെ എല്ലാം അകത്ത് കിടക്കുകയാണ്. നിങ്ങളൊക്കെ ഇരിപ്പുള്ള വിശുദ്ധന്മാരെ പോലെയാ. ഇത് വെള്ളം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് വേറെ ഇറങ്ങിയാണല്ലോ. വിഷമാണ് ചീറ്റുന്നത്. ബ്രദറെ അത് ശരിയായിട്ട ബ്രദർ, അയാൾ അങ്ങനെ പോയി എന്നൊക്കെ പറയാം. വിഷം. നാം നോക്കിയേ, ഈ സമൂഹത്തോടുള്ള ബന്ധത്തിലും എന്നോടുള്ള ബന്ധത്തിലും അല്ലെ വിശ്വാസ ബന്ധത്തിലും കർത്താവ് പറഞ്ഞു വരുമ്പോ എന്റെ അകത്ത് ഇതല്ലേ ഉള്ളത്. ഞാൻ വീണ്ടും ജനിച്ചവരാ, ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുമ്പോൾ അത്ഭുതമൊക്കെ ചെയ്യും, വേറെ കാര്യം. പക്ഷെ അകത്തെന്താന്നേ?
വിഷമാ, പാമ്പ് കൊത്തിയതാ. ഇപ്പോ ഒരു പാമ്പാട്ടിയാ അല്ലേ? പാമ്പാട്ടിയല്ലോ, പാമ്പിനെ വിഷകാരി. ഇന്ന് നമ്മൾ വിഷകാരിയായിട്ട് നിൽക്കുക, വിഷം വലിച്ചു കളയുക. ഇപ്പൊ നമ്മള് ആ കളയാൻ വേണ്ടി ഏതറിയാമോ? ദൈവരാജ്യം അകത്ത് വന്നാൽ മാത്രമേ ആ വിഷം പുകത്തുള്ളൂ. ക്ലിയർ ആണോ? അതിൽ സേവിക്കാൻ തുടങ്ങിയാൽ മനുഷ്യർക്ക് പ്രസാദകരമായി തീരും. ഇല്ലെങ്കിൽ വാ തുറന്നാൽ പ്രൈസ് ലോർഡ് കണ്ടിട്ടുണ്ട് പറയുമ്പോ, പ്രൈസ് ലോർഡ് എന്ന് പറയുമ്പോ കണ്ണിലൊക്കെ പല കാര്യമുണ്ട്. ഇല്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലിത് അകത്ത് കിടക്കുകയാ. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമില്ല. ദൈവത്തിന് പ്രസാദകരമുള്ള ഒരു ജീവൻ നയിക്കണം. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുകയും മനുഷ്യർക്ക് കൊള്ളാവുന്നവനായിത്തീരും. മനുഷ്യരെ പ്രസാദിപ്പിക്കുകയല്ല, നമ്മളിപ്പോ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന പരിപാടിയാ. കൊള്ളാവുന്നതായിത്തീരും അല്ലെ? കൊള്ളാവുന്നവനാകണമെങ്കിൽ ഈ ദൈവരാജ്യം നമ്മുടെ അകത്ത് വരണം അല്ലെ? ഭക്ഷണവും തിന്നുക കുടിക്കുക ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. ദൈവരാജ്യം, സ്പിരിച്വൽ കിങ്ഡം എന്റെ അകത്ത് വരണം. അതെന്താ? നീതിയും. എന്താ നീതി? 3 നീതിയുണ്ട്. മനുഷ്യന്റെ നീതിയുണ്ട്. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും പഠിപ്പിച്ച നീതി. അവർ പോകരുത് മോനെ, അങ്ങനെ മുതലാഗ്രഹിക്കരുത്, ജാതിയായിരുന്നപ്പോ നമുക്ക് കിട്ടിയല്ലേ, അതെന്റെ നീതിയാ. 2, ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച നീതീകരണം. ഓക്കെ. 3, ദൈവരാജ്യത്തിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യായപ്രമാണത്തിൽ മറഞ്ഞു കിടക്കുന്ന ദൈവനീതിയുണ്ട്. ഓക്കെ, എന്തുമാകട്ടെ, അത് എന്റെ അകത്ത് വന്നാൽ എന്റെ അകത്ത് ഒരിക്കലും വിഷം ചീറ്റത്തില്ല. വിഷം മനസ്സിലാവുന്നുണ്ടോ? എന്റെ അകത്ത് നിന്ന് വിഷം വരത്തില്ല. ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന വിഷമായിരിക്കും. ദൈവത്തെ സേവിക്കാൻ കഴിയത്തില്ല. അവസാനം ഞാൻ കുറച്ച് പറയും, കർത്താവ് ഞാൻ നിനക്ക് വേണ്ടി എന്തിനെ കൊടുത്ത, എന്തിനു ഓടിയ, നീ എന്റെ ഞാൻ കൈവിട്ടതൊക്കെ ചോദിക്കും നമ്മള്. കാരണം അകത്ത് മനസ്സിലായിട്ടില്ല. പക്ഷെ ദൈവരാജ്യം അകത്ത് വരുമ്പോഴല്ലോ ഈ പറയുന്നത് ഈ നീതിയും വിശുദ്ധിയും സമാധാനമൊക്കെ നമ്മുടെ അകത്ത് കടന്നു വരുമ്പോൾ, സന്തോഷം കടന്നു വരുമ്പോൾ നമുക്കിതൊന്നും ഒരു കാര്യമല്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അല്ലെ, സൗഖ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, രോഗം വന്നാലും സൗഖ്യമായാലും ഇവിടെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കും ഈ ഭൂമിയിൽ. 2, മനുഷ്യരെ കൊള്ളാവുന്നവനായി തീരുന്നപ്പോൾ. ഏത് മനുഷ്യനും നമുക്ക് മറുപടി മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്ത് കുടിക്കും, എന്ത് തിന്നുമെന്നുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് 12:18 പറയുന്നുണ്ട്, സകല മനുഷ്യരോട് സമാധാനമായിരിക്കും. നമ്മളെ വിളിച്ചിട്ട് അതിനു വേണ്ടിയാ. ഇത് വരണമെങ്കിൽ ആത്മാവിന്റെ ഫലം നമ്മൾ വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ അല്ലെ? ദൈവരാജ്യത്തിനകത്ത്. ഞാൻ വിട്ടുപോകുന്നു. പറഞ്ഞ മനസ്സിലായോ? ഒരു കുറച്ച് സ്ഥലം കൂടെ നമുക്കൂട്ട് 1-2 കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത ആഴ്ച നമ്മൾ ക്ലാസ്സിലേക്ക് ആളുമായി കടക്കുന്നുള്ളത്. അപ്പൊ ദൈവരാജ്യം എന്നത് പുറമെ കാണുന്ന കാര്യമൊന്നുമല്ല. കേക്ക് മുറിക്കലും ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്ന പരിപാടിയൊന്നും അല്ല ഇത് അല്ലേ? ഇത് ആത്മാവിന്റെ അകത്തു വന്ന ആത്മാവിന്റെ ഫലങ്ങളാണ്, ആത്മാവിന്റെ പ്രവൃത്തിയാ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തു രാജാവായി എന്റെ ഹൃദയത്തിൽ വന്ന് വാഴുകയാണ്. ഓക്കെ. അടുത്തത് നമുക്കറിയാം, ഒന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹെഡിങ് ഇത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന വേദഭാസം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ദൈവരാജ്യത്തെ കുറിച്ച് അറിയുവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബൈബിൾ പഠിക്കുന്ന ഒരു കാര്യം കാണാൻ കഴിയും. നമുക്കറിയാം 14 ഉപമകളെ കുറിച്ചാണ് കർത്താവ് മത്തായി മാത്രം എഴുതി വെച്ചിരിക്കുന്നത്. എന്തുമാകട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അതിൽ 13-ാം അധ്യായം മത്തായി സുവിശേഷ ഭാഗം 13-ാം അധ്യായത്തിൽ 7 പൂർണ്ണതയുള്ള 7 ദൈവത്തിന്റെ പൂർണ്ണതയായ 7 എന്ന് പറയുന്ന ആ 7 ദൈവരാജ്യത്തിന്റെ ഉപമകൾ പറയുന്ന ഒരു അധ്യായമാണ് 13-ാം അധ്യായം. ക്ലിയറാണോ? ഞാൻ പറഞ്ഞത് മനോഹരമായി എന്താണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും ആഴമായി. ഉപമകൾ ഓരോന്നായി മുറിച്ച് പഠിക്കും നമ്മൾ. ഓക്കെ. അങ്ങനെ 13-ാം അധ്യായം എന്ന് പറയുന്ന മനോഹരമായ 7 ദൈവരാജ്യ ഉപമകൾ പഠിപ്പിക്കുമ്പോൾ ആ ഉപമയിൽ അവസാനം ഒരു വാക്യം പഠിപ്പിക്കുന്നുണ്ട് കർത്താവ്. ആ കർത്താവിന്റെ വാക്യം എങ്ങനെയാണ്? വാക്യം 51 വായിച്ചേ. ഓക്കെ. ഈ കാര്യമൊന്നും നിങ്ങൾ ഗ്രഹിക്കണം. ദൈവരാജ്യം എന്തെങ്കിലും പറഞ്ഞു പോകുകയില്ല, അത് പഠിക്കേണ്ടതുപോലെ തന്നെ നാളെ പഠിച്ചേ മതിയാകത്തുള്ളൂ. അപ്പൊ ഇവിടെ പറയാ 7 എന്ന് വെച്ചാൽ പൂർണ്ണതയുടെ സംഖ്യ. ദൈവരാജ്യത്തെ കുറിച്ച് 7th കിങ്ഡം എന്ന് പറയുമ്പോൾ ആ 7 ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ 7 മനോഹരമായ ദൈവരാജ്യത്തെ ഉപമ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒടുവിൽ വന്ന്
എങ്ങനെയാണ് ദൈവരാജ്യം എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഓരോ ഉപമകളിലൂടെ തുടങ്ങി വന്നിട്ട് അവസാനം കർത്താവ് ആ ഉപമയുടെ ഒടുക്കത്തിൽ പറയുന്ന വാക്യമാ, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചോ? ഉപമകൾ പറയുക, ദൈവരാജ്യത്തിന്റെ ഉപമകൾ പറഞ്ഞിട്ട് നിങ്ങൾ ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വെന്ന് പറഞ്ഞു. അത് പറയാ, അവൻ അവരോട് പറയാ, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യരായി തീർന്ന ഏത് ശാസ്ത്രിയും. അപ്പോ ദൈവരാജ്യത്തിന് ആയിത്തീരണം, ശിഷ്യനായി തീർന്ന, അത് വേറെ കാര്യമാണ്. ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും എന്ത് ചെയ്യണം? തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യനായി തീരണം. അപ്പോ ഇവിടെ പറയുന്ന വാക്യം നോക്കിയേ, ദൈവരാജ്യത്തിന് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഒരു ശാസ്ത്രി. ശാസ്ത്രി ആരാ? ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തി ആരാ? ഒരു ജാതിയല്ലത്, നമ്മളൊരു ജാതിയാ ശാസ്ത്രിമാരല്ലേ? ശാസ്ത്രിയല്ല, ഒരു ബൈബിൾ ടീച്ചറാണ്. ന്യായപ്രമാണം അരിച്ച് ഹരിച്ച് ഗുണിച്ച് പഠിച്ചതാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ, മറിയടക്ക് ദൂരം എന്ന് പറയുന്നുണ്ട്, മറിയ ചിരിച്ചല്ലേ, നമുക്കറിയാലേ, മറിയ തമാശക്ക് ചിരിച്ചു പറഞ്ഞു. പിന്നെ പറയും, അയ്യോ അടിയും ദാസിനൊക്കെ പറയുന്ന കാര്യമുണ്ട്. കർത്താവ് ഒരു ശാപം കൊടുത്തില്ല, ഒരു ശിക്ഷയും കൊടുത്തില്ല കർത്താവ് മറിയക്ക്. മറിയം സംശയിച്ചത്, അത് നമുക്കറിയാം. എന്നാൽ മറ്റേ നമ്മുടെ യോഹന്നാൻ സ്ഥാപകന്റെ അപ്പനായിരുന്ന സെഖര്യാവിന്റെ അടുക്കൽ ആലയത്തിൽ ധൂപം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധൂപം വന്നു. ജനിക്കുന്നൊക്കെ പറയൂ കുറെ പറഞ്ഞപ്പോ ഈ പുള്ളിക്കാരന് സംശയം, ഭയങ്കര സംശയം. കർത്താവ് ആ ധൂപം വന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഇന്ന് പോലെ നീ മൗനമായിരിക്കും. അതില്ലേ കാരണം അറിയാമോ, ഇദ്ദേഹം ആരാ? ഒരു ശാസ്ത്രീയ. ദൈവത്തെ കുറിച്ച് പഴയിൽ നിന്നും ഇവിടെ പറയുന്നു, പഴയിൽ നിന്നും പുതിയ എടുത്ത് രണ്ടും ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനായി തീരണം പുതിയ ദൈവരാജ്യത്തിലെ ഓരോ ശാസ്ത്രമാരും, നമ്മൾ ഓരോരുത്തരും. മനസ്സിലായില്ല? ഏതെങ്കിലും വാക്കെടുത്ത് എന്താ പറയാ, സകല നന്മക്കായി കൂടി ആദരിക്കുന്നു. ഏതെങ്കിലും വാക്യമെടുത്ത് പഠിപ്പിക്കുകയല്ല. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ശനിയും കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും ഒരു വാക്യമെടുത്ത് പഠിപ്പിക്കുകയല്ല. പഴയിൽ നിന്നും നോക്കിയേ, ഒരു തന്റെ നിക്ഷേപം പഴയതും പുതിയ പഴയ നിയമത്തിലെ ഓരോ എന്താ പറയുക നിഴലുകളെടുത്ത്, പുതിയ നിയമത്തിലെ പൊരുളകളെടുത്ത് ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്നവനായി തീരണം ഒരു പുതിയ നിയമത്തിലെ ഭക്തൻ. ഗ്രഹിച്ചോ നിങ്ങള്? ഇവിടെ പറയുക, സ്വർഗരാജ്യത്തെ ശിഷ്യനായി തീർന്ന നമ്മൾ ആരാ? സ്വർഗരാജ്യത്തിലെ ശിഷ്യനാണോ മനുഷ്യന്റെ ശിഷ്യനാണോ? നമ്മൾ പറയുന്നത് ഇങ്ങനെയാ. ഇന്ന് ലോകത്തിൽ വെക്കുന്ന മുഴുവനും മോശയിൽ നിന്ന് അഭിഷേകം എടുത്ത് 70 പേർക്ക് കൊടുത്തു. നിങ്ങളെല്ലാവരും നിങ്ങൾ നടക്കുന്ന യുവാസിനെ മേലെ കൂടെ നടക്കുക, അദ്ദേഹത്തിന് മേൽ ആ അഭിഷേകം നിങ്ങളിലേക്ക് പകരപ്പെടും. കള്ളോപദേശം ഒന്നും വേണ്ടിയില്ലല്ലോ. എല്ലാ കുർത്തക്കളും കണ്ടുപിടിക്കും നമ്മള്. ജ്ഞാനിയോടുകൂടെ വന്നാൽ ജ്ഞാനിയായിത്തീരും, ദുഷ്ടനോടുകൂടെ വന്നാൽ അവന്റെ കള്ളത്തര മുഴുവനും കണ്ട് നമ്മൾ പഠിച്ചിരിക്കും. ഇതൊന്നുമല്ല, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. മോശ യേശുവിന്റെ മേലാണ്, യോശുവ പരിശുദ്ധാത്മാവിന്റെ മേലാണ്. അല്പം നോക്കി അഭിപ്രായമായി പഠിക്കണം ഒരു വർഷം. അപ്പൊ എന്തുമാകട്ടെ, സ്വർഗരാജ്യത്തെ ശിഷ്യന്മാരായി തീരണം നമ്മള്. മനുഷ്യന് ശിഷ്യനല്ല. ഈ 28-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പുറപ്പെട്ടു പോയി അല്ലേ സകല മനുഷ്യരെയും ശിഷ്യരായിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിഷ്യരാക്കാനാണ് അനേകർ പഠിപ്പിക്കുന്നത്. അല്ല, എന്റെ ശിഷ്യരായി നിങ്ങൾ വന്നാലുണ്ടല്ലോ, എന്റെ സകലം കണ്ട് നിങ്ങൾ പഠിക്കും. അവസാനം എന്നേക്കാൾ വലിയ അയ്യോ, കർത്താവ് നമ്മെ വിളിച്ചത് നമ്മൾ പുറപ്പെട്ടു പോകും ശരിയാ, പക്ഷെ ശിഷ്യനാക്കേണ്ടത് അവന്റെ ശിഷ്യനാക്കണം നമ്മൾ. അല്ലാതെ എന്റെ ശിഷ്യനാക്കേണ്ടല്ലോ നിങ്ങൾ എന്നെ പോലെ ആയിപ്പാണ് അല്ലേ, എന്തുമാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ വിഷയം സ്വർഗരാജ്യത്തിലെ ശിഷ്യനായി തീർന്ന ഒരു ശാസ്ത്രി. നമ്മളെല്ലാം സ്വർഗരാജ്യത്തിലെ ശിഷ്യന്മാരാ അല്ലേ? അതോ മനുഷ്യന്റെയാണോ നമ്മള്? അല്ല, സ്വർഗരാജ്യത്തിലെ ശിഷ്യന്മാരായി തീർന്ന ഒരു ശാസ്ത്രി. അവൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? തന്റെ നിക്ഷേപത്തിൽ നിന്ന്. ഏതാ നിക്ഷേപം? പഴയതും പുതിയതും എന്ന് പറഞ്ഞാൽ പഴയ നിയമം ഇന്ന് വരെ വിശ്വസിക്കുന്നത് പഴയ നിയമം മാറിപ്പോയി. നമ്മളല്ല, അയ്യോ അങ്ങനെയൊന്നും അല്ല വേദപുസ്തകം. പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യമുണ്ട്. ന്യായപ്രമാണത്തിലെ പ്രവർത്തികളുണ്ട്, ന്യായപ്രമാണത്തിലെ ഉടമ്പടികളുണ്ട്, നിയമങ്ങളുണ്ട് അല്ലേ? ന്യായപ്രമാണം ചെയ്താൽ പ്രവൃത്തി പറഞ്ഞാൽ ഇന്ന് ചെയ്താൽ ഒരാടിനെ അർപ്പിക്കുക,
പല കാര്യങ്ങളും ന്യായപ്രമാണത്തിൽ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞില്ലേ, ന്യായപ്രമാണം പൂർത്തിയാക്കാൻ കർത്താവ് വന്നു. അത് ഏറെ പൂർത്തിയാക്കിയത്. എന്നും നിയമങ്ങളൊന്നും മാറ്റമില്ല, ഒന്നും മാറിപ്പോയിട്ടില്ല. പക്ഷെ മാറിപ്പോയത് കർത്താവിന് പൂർത്തിയാക്കിയ ഒന്ന്, അവൻ അനുസരിച്ച് ജീവിച്ചു. എന്തുമാകട്ടെ വിട്ടുപോകുന്നത്. രണ്ട്, ഒരു കാര്യം ഓർക്കണം, അവൻ തീർത്തത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ആടുമാടുകളെ കാളക്കിടാങ്ങളെയും ആട്ടുകൊറ്റന്മാരെയൊക്കെ യാഗമാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അന്ന് യാഗമാക്കുമ്പോൾ ആ പാപത്തിന് അവരെ വിടുവിക്കുമായിരുന്നു. പക്ഷെ എബ്രായത്തിൽ വരുമ്പോൾ ഒരു മൃഗത്തിന്റെ രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ വീടുവാൻ കഴിയത്തില്ല. അപ്പൊ അന്ന് പറഞ്ഞ യഹോവ തന്നെയല്ലേ ഇപ്പോഴത്തെ യഹോവ? യേശു അല്ലെ? രണ്ട് സ്വഭാവം പറയുമോ? ഇല്ല. അന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇന്നും ദൈവമായിരിക്കുന്നത്. പക്ഷെ അന്ന് പറഞ്ഞത് ആത്മാവിൽ മരിച്ചുപോയവർക്ക് കാളക്കിടാങ്ങളെയും ആട്ടുകൊറ്റന്മാരെയും അർപ്പിക്കുമ്പോൾ പാവം വീടുമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, അതൊക്കെ നിഴൽ മാത്രമാണ്. വരാനിരിക്കുന്ന യേശുവിന്റെ യാഗത്തെ നിഴൽ മാത്രമാണ്. അവർ ചെയ്യുമ്പോൾ അവരറിയാതെ യേശുവിന്റെ വരുവാനുള്ള യാഗത്തെ അവർ കണ്ടുകൊണ്ട് ചെയ്യുക. നമ്മൾ പുറകിലേക്ക് നോക്കി ആ യാഗത്തെ കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. നിയമങ്ങളിൽ പഴയ നിയമം മാറിപ്പോയിട്ടില്ല, മാറിപ്പോയത് പ്രവൃത്തികൾ. ഇന്നും ചെയ്തു പോയാൽ ഇന്ന് യാഗം അർപ്പിക്കാൻ. അത് ഒറ്റവാക്കി പറയാൻ ന്യായപ്രമാണത്തെ പ്രവൃത്തികൾ. രണ്ട്, ഉടമ്പടി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ മോശയുമായുള്ള ഉടമ്പടിയുണ്ട്, ഉണ്ടോ? ഇപ്പോൾ അന്ന് യഹോവയും മോശയുമായി ഉടമ്പടി ചെയ്തു, അത് മാറിപ്പോയി. ഇപ്പോൾ യേശു ക്രിസ്തുവും പിതാവുമായിട്ടുള്ള ഉടമ്പടി വെച്ചിട്ടുണ്ട്. ഒരു നിയമം എന്ന് പറയും, ഉടമ്പടി നിയമം. നമ്മൾ അതിൽപ്പെട്ട ആൾക്കാരാ, അതിനുള്ളിൽ വരുന്ന ആൾക്കാരാ. അതിനെ കുറിച്ചൊക്കെ കർത്താവ് അവതരിച്ച് നമുക്ക് എപ്പോഴും പഠിക്കുന്നത് തിരുപ്പതി മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും എഴുതി ചേർത്ത് വെച്ച് ഒരു പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? പുതിയ നിയമത്തിലെ ശിഷ്യ, അല്ലെങ്കിൽ ദൈവരായത്തിന് സ്വർഗരായത്തിന് ശിഷ്യരായെത്തുന്ന ഏത് ശാസ്ത്രിയും. നമ്മളെല്ലാം എല്ലാവരും ശാസ്ത്രിമാർ തന്നെയാണ്. വേണ്ടേ? അതല്ല കേൾവിക്കാർ മാത്രമാണ് നമ്മളെല്ലാവരും? അല്ല, നമ്മൾക്ക് എല്ലാവർക്കും ദൗത്യമുണ്ട്. സുവിശേഷം അറിയിക്കാനുള്ളത് നമ്മുടെ മേൽ കിടക്കുന്നത് എന്താ പറയുക, ഒരു ഭാരമാണത്. ഭാരമല്ല, ഒരു കമാൻഡ്മെന്റാണത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ അപ്പോസ്തലനായ പൗലോസിനെ പോലെ വൃദ്ധനായി അപ്പോസ്തലൻ 22 പറയുക, റോമിൽ പോയി ഒരു വീട്, ചെറിയ വീട് വാടകയ്ക്കെടുത്തു. AC ഒന്നും ഉണ്ടാക്കും നമുക്കറിയാൻ പാടില്ലേ? ഒരു വാടകയ്ക്കെടുത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ത് ചെയ്തു? പഴയ നിന്നും പുതിയതൊക്കെ എടുത്ത് ദൈവരായത്തെ കുറിച്ച് വിവരിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇടതൊക്കെ ഒന്ന് വായിക്കതൊക്കെ ബന്ധുവാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്വർഗരായത്തെ കുറിച്ച് പറയുമ്പോൾ ആ പഴയ നിന്നും പുതിയതൊക്കെ എടുത്തു കൊടുക്കുന്ന ശാസ്ത്രിയെ പോലെ ആയിരിക്കണം ആര്? ഇല്ലെങ്കിൽ ദൈവരാജ്യം എന്താണ് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? രണ്ട്, ഈ മർമ്മം നമുക്കറിയാം, മർമ്മമാണെന്ന് അറിയാം. എന്നാൽ മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു മുമ്പ് മനുഷ്യൻ കേട്ടിട്ടില്ലാത്തതും പരിശുദ്ധാത്മാവിനെ മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നതും ഇപ്പോൾ വെളിപ്പെട്ട് കിട്ടിയതുമായ സത്യം. പഴയ നിയമത്തിൽ എത്രയോ ഭക്തന്മാർ ആഗ്രഹിച്ചു. അവർ കാണാൻ ആഗ്രഹിച്ചത് നമ്മൾ കണ്ടു, അവർ കേൾക്കാൻ ആഗ്രഹിച്ചത് നമ്മൾ കേട്ടു. ഇല്ലേ? ഇത് ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ദാനിയേൽ വലിയ നമ്മളെക്കാളും ക്യൂരിയോസിറ്റി ദാനിയേലില്ലേ? കർത്താവ് അതെങ്ങനെ സംഭവിക്കും? 1000 ആണ്ട് എപ്പോഴും ആലയം മണിയമ്മങ്ങൾ കൃതൃത്യമായി ചോദിക്കുക. നീ പോയി കിടക്കാന്ന് പറഞ്ഞു പോയി അല്ലേ? ദാനിയേൽ നീ പോയി കിടക്ക്. അന്ത്യകാലത്ത് ഭക്തന്മാർ എഴുന്നേറ്റ് വരും, ഞാൻ അവരോട് പറഞ്ഞോളാം. ആ ഭക്തന്മാർ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ആത്മീയമായ സത്യങ്ങളെ അല്ലേ ഒരു ദാനിയേൽ മനസ്സിലായി കാണുമായിരിക്കും, എനിക്കറിയാം. പക്ഷെ അവരാഗ്രഹിച്ചു, പക്ഷേ അവർക്ക് മാത്രം പോലും കൊടുക്കാൻ കഴിയാതെ നമുക്ക് വേണ്ടി മാത്രം ബാക്കി വെച്ച ഈ ദൈവരാജ്യം എന്ന് പറയുന്ന സത്യം പഠിപ്പിക്കുക. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. ഇതൊരു ഈ ഉപമകളിലൂടെ കർത്താവ് സംസാരിക്കുന്ന മുഴുവനും ശ്രദ്ധിക്കണമേ, ഇതൊരു എന്താ പറയുക പ്രവചന നിവൃത്തിയാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കി നമുക്ക് വായിക്കാം. മത്തായി 13-ാം അധ്യായത്തിൽ 34-35 വാക്യം വായിക്കുമ്പോൾ ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല. ഉപമ പ്രസ്താവിക്കുവാൻ വാ തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. നമുക്കറിയാം എവിടെയാ പ്രവാചകൻ പഴയ നിയമത്തിൽ എവിടെയാ എഴുതിച്ചിരിക്കുന്നത്? സങ്കീർത്തനം 78 1-2 വാക്യം പറയുന്നു, എന്റെ വാമൊഴികൾക്ക് നിങ്ങളെ ചെവി ചായ്പിൻ, ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വാ തുറക്കും. അപ്പൊ യേശു കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവരാജ്യത്തെ ഉപമകളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇത് പഴയ നിയമ നിവൃത്തിയാണ്, പ്രവചന നിവൃത്തിയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഓരോ വിഷയത്തെ കുറിച്ച് എടുക്കുമ്പോഴും എല്ലാം പ്രവചന നിവൃത്തിയാണ്. പഴയ നിയമത്തിൽ ഈ എന്താ പറയാ പെസഹ ആചരിക്കുമ്പോൾ പെസഹയ്ക്ക് മുമ്പായി
ഹാബി മാസം 10-ാം തീയതി ഒരു ആട്ടുകൊറ്റനെ എടുക്കും അല്ലെ. 4 ദിവസം കെട്ടിയിട്ട് നോക്കും, കണ്ണ് ചുരങ്ങും അല്ലെ, കണ്ണ് എന്തുകൊണ്ടോ ബദിലാണോ, എല്ലാ കുറവുകളും പരിശോധിച്ച് 4 ദിവസം ഞാൻ അവിടെ ആട് അർപ്പിക്കുന്നത് അല്ലെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ഹോസന പാടിക്കൊണ്ട് ഞായറാഴ്ച യെരൂശലേമിൽ കർത്താവ് കയറി വന്നു. നമുക്ക് ഇതിന്റെ ആഘോഷമാണല്ലോ, ഹോസന പെരുന്നാളാണല്ലോ. ഇന്നും ദേശമക്കൾ വരുന്ന ആൾക്കാർ, ഹോസന കൂടി വന്ന ആൾക്കാരെ എനിക്കറിയാം. ഓക്കെ, എന്ത് ഭാഗത്തെ വിട്ടു. അതിനുശേഷം കർത്താവ് മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് അല്ലേ. വെള്ളിയാഴ്ച കർത്താവ് മരിക്കുന്നത്. 4 ദിവസം കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഭൂമിക്ക് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. അവന് പാപമുണ്ടായിരുന്നു തെളിയിക്കുവാൻ എല്ലാ കോടതിയും മാറി മാറി വിധിച്ചു. ഒരു പാവം അവനില്ല. ഇതൊക്കെ പഴയ നിവൃത്തികളും. അതുകൊണ്ട് എന്ത് പഠിക്കുമ്പോഴും പലതും പുതിയ ചേർത്ത് വെച്ച് പഠിക്കണം നമ്മൾ. ഹല്ലേലൂയ. എങ്കിലേ ക്രൂശുമാണത്തെ കുറിച്ച് എന്തും പഠിക്കുമ്പോൾ അറിയുന്നില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഒന്ന്, ഇതൊരു പഴയ പ്രവചന നിവൃത്തിയാണ് പഠിച്ചോളേ. 2, ഇത് യേശു പ്രസംഗിച്ചത് മുഴുവൻ ഉപമകളിലൂടെ പ്രസംഗിച്ചതാണ്. പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ല. അവിടെ പറയുന്നു, ശ്രോതാക്കളുടെ മന്നോ നിമിത്തം മനസ്സിലാകുന്നില്ല അവർക്ക് പറഞ്ഞിട്ട്. സ്വർഗസ്ഥനായവൻ നോക്കിയേ, സ്വർഗസ്ഥനായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് വേൽസമൂല എന്താ അല്ലെ, എന്തൊക്കെയാ യേശു ഡയറക്റ്റ് വന്ന് സ്വർഗത്തിൽ ദൈവം ഡയറക്റ്റ് വന്ന് പറയുക, എന്നിട്ട് പോലും ഗ്രഹിക്കുന്നില്ല. കാരണം അവന്റെ ഹൃദയത്തിലെ മന്ദത അത്രമാത്രം ലോൺ കയറിക്കിടക്കുക. നമ്മുടെ ഇതൊക്കെ തന്നെയാണ് സഹോദരങ്ങളെ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പറയാ, അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണുകയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കുവാൻ ഞാൻ ഉപമകളിലൂടെ അവരോട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉപമകളാൽ. അപ്പൊ എന്തിനു വേണ്ടിയാ ഇതെല്ലാവർക്കും ഗ്രഹിക്കും? ഇവ എടുക്കാൻ പോകുന്ന ക്ലാസ്സുകൾ, ഈ ദൈവരാത്രി ക്ലാസ് എല്ലാവർക്കും ഗ്രഹിക്കത്തില്ല. അവസാനം ആരൊക്കെ ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഇതാർക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇത് കാരണം ഇത് വേറൊരു മർമ്മ, മുഴുവൻ സ്പിരിച്വൽ കാര്യങ്ങളാണ്, ആത്മീയ സത്യങ്ങളാണ്. കാരണം പറയുമ്പോ നിങ്ങളുടെ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കില്ലതാണ്, കണ്ണാൽ കാണും ദർശിക്കുകയില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, അത്ഭുതവും അടയാളം കാണാൻ ആൾക്കാർ ഓടിക്കൂടുന്നുണ്ടെന്ന്. എവിടെയെങ്കിലും മീറ്റിംഗ് വെച്ചാൽ അത്ഭുതം നടന്നാൽ അല്ലെ, അത്ഭുതം അടയാളങ്ങൾ വീരിപ്രവർത്തിച്ചാൽ നടന്നാൽ എല്ലാ വിശ്വാസികളും പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാ കർത്താവ് അത്ഭുതം ചെയ്തത്? അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്കറിയേണ്ടത് അവിടെ ചെയ്താൽ നമുക്കും പോയാൽ നമുക്ക് വിടുതൽ കിട്ടും. പക്ഷെ എന്തിനാ കർത്താവ് അത്ഭുതം ചെയ്തത്? അത്ഭുതം ചെയ്യുമ്പോൾ ഒരു വിരൽ ചൂണ്ടുകയാ അടയാളം എന്ന് പറയുന്നത്. അത്ഭുതം നടന്നാൽ ഒരു അടയാളമുണ്ട് അതിന്. അത്ഭുതം അടയാളം എന്ന് പറയാനും നമ്മള് അതൊരു അടയാളമാണ്. വൈറ്റ് ലൈൻ പോയാൽ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ വൈറ്റ് ലൈൻ ജംഗ്ഷൻ പോയാൽ ഒരു ആരോ വടക്കോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങോട്ടാ? തൃശ്ശൂർ ഒരാരോ വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു അടയാളം കാണിക്കാൻ അനുഭവം ചെയ്തത് കർത്താവ്. പത്രോസ് പറഞ്ഞു, നീ അങ്ങ് നീക്കി വലയിറക്കി വരാൻ പറഞ്ഞു. രാവ് മുതൽ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. ഓക്കെ, ഒന്നും കിട്ടിയില്ല. എല്ലാം അറിയുന്ന, കടലിന്റെ ഓരോ തിരമാലകളെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ കർത്താവിന്റെ വാക്കി വലയിറക്കിയപ്പോൾ അത്ഭുതം കണ്ടു. അടുത്ത വാക്കി പറഞ്ഞത്, സ്തോത്രം, നാളെ വന്നാൽ നിനക്ക് ഞാൻ 10% നിൽക്കാം, എന്റെ അമരത്തിരുന്നാ മതി പറഞ്ഞു. എന്താ പറഞ്ഞത്? പാപിയായ മനുഷ്യൻ. അത് അടയാളമായിരുന്നു. അവൻ അനുഗ്രഹത്തിന്റെ പുറകെയല്ല പോയത്, അടയാളം കണ്ടുപോയി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മെ സ്വർഗത്തിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തുമാകട്ടെ, അതുകൊണ്ട് ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയാണ്, കണ്ണാൽ കാണും ദർശിക്കുക കാണും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, ചെവി കൊണ്ട് മന്ദമായിരിക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചു. ഞാൻ അടുത്ത ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കും. കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ്. എന്റെ വാക്ക് ശ്രദ്ധിക്കണമേ. കർത്താവ് ഉപമകളിലൂടെ സംസാരിച്ചത്, ദൈവരാജ്യത്തെ കുറിച്ച് മർമ്മങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയല്ല. ഹൃദയം തടിച്ചിരിക്കുന്നവർക്ക് മനസ്സാകാതിരിക്കാൻ വേണ്ടിയാ. ഞാൻ അതിനെക്കുറിച്ച് അടുത്ത ദിവസം നിങ്ങൾ സംസാരിക്കും. അതൊക്കെ മനസ്സിലായിട്ട് ഞാൻ നിർത്തിക്കോട്ടെ. നമ്മൾ 9:15 വരെ നമ്മുടെ സമയം നിർത്തുക. ക്ലിയർ ആണോ? അല്പമായിട്ട് ഗ്രഹിച്ചോ? നമ്മൾ ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു വരിക. വരും ദിവസങ്ങളിൽ ആഴമായി നമ്മൾ അതിനുവേണ്ടി പഠിക്കാൻ പോകുക. നമുക്ക്